ഭഗവത്പാദം സത്യഭാഷ്യകൃതോ വന്ദേ ഈശ്വരോ ഗുരുരാത്മേയേ മൂർത്തിഭേദവിഭാഗി വ്യോമവ്യക്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഗുരുപരമ്പരയെ സ്മരിച്ചു ബൃഹദാരണ്യം തൃതീയാധ്യായം 4-ാം ബ്രാഹ്മണ 2-ാം മന്ത്രം. തമിമർത്ഥം മഹാലൗകിക്യഃ ദൃഷ്ടേഃ കർമ്മഭൂതായാഃ ദൃഷ്ടാരം സഖീയ നിത്യയ ദൃഷ്ട്യാ വ്യാപ്താരം ന പശ്യേ. ദൃഷ്ടേ ദൃഷ്ടാരം പശ്യേ. അത് ഇനി വ്യാഖ്യാനിക്കുന്നു. ദൃഷ്ടി, ദൃഷ്ടിയുടെ ദൃഷ്ടാവ്, ദൃഷ്ടി പറയുന്ന ലൗകിക ദൃഷ്ടേ. അത് മുമ്പ് ഭാഷകാരൻ പറഞ്ഞു തത്ര ലൗകിക ചക്ഷു സംയുക്ത അന്ധകരണവൃത്തി. അതാണ് ലൗകിക ദൃഷ്ടി. കർമ്മഭൂതായ വിഷയമായിരിക്കുന്ന ലൗകികമായ അറിവെന്നർത്ഥം. അതിന്റെ ദൃഷ്ടാവ് വിഷയമായിരിക്കുന്ന അറിവ്. അസാക്രിയതേ ജായതേ വിനശ്യതിജ എന്ന് പറഞ്ഞ അറിവ്, നമ്മളിൽ സാധാരണ ഉണ്ടായി മാറിക്കൊണ്ടിരിക്കുന്ന അറിവ്, അറിവിന്റെ ദൃഷ്ടാവ് സുഖീയ നിത്യയ ദൃഷ്ടിയ വ്യാപ്താരം. പശ്യേ. അപ്പൊ ഈ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കുന്ന നിത്യമായ ദൃഷ്ടി, നിത്യദൃഷ്ടി ന പശ്യേ, അത് വിഷയമാകുന്നില്ല എന്നാണ്. അപ്പോൾ ഈ അറിവ്, നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അറിവിന്റെ സ്വരൂപമായിരിക്കുന്ന അറിവ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു, ഏതിനും അതിൻ്റെതായ ഒരു സ്വരൂപം കാണും. അപ്പോൾ ഈ അറിവിന്റെ സ്വരൂപമായിരിക്കുന്ന അറിവ്, അതിനെ നിത്യദൃഷ്ടി എന്ന് പറയുന്നു. അത് വിഷയമാകുന്നില്ല. സ്വരൂപഭൂതമായിരിക്കുന്ന അറിവ് വിഷയമാകുന്നില്ല എന്ന് പറയുമ്പോൾ ആ സ്വരൂപമായിരിക്കുന്ന അറിവ് വിഷയമാകുന്നില്ല എന്നെങ്ങനെ പറയാൻ കഴിയും? കാരണം എന്തായാലും ഈ അറിവ് വിഷയമാണ്. ഞാൻ അറിയുന്നുണ്ട്, ഞാൻ പറയുന്നു എനിക്കറിവുണ്ട്, എനിക്ക് ഇന്ന അറിവുണ്ട്, ഇന്ന അറിവുണ്ടായി, ഇന്ന അറിവ് പോയി, ഇന്ന അറിവുണ്ടാകും. അങ്ങനെ എനിക്ക് വിഷയമാകുന്ന ഒരുപാട് അറിവുകളുണ്ട്. പക്ഷെ ഇതിന്റെ തന്നെ സ്വരൂപമായിരിക്കുന്ന അറിവ് വിഷയമാകുന്നില്ല എന്ന് പറയുന്നത് എങ്ങനെ ശരിയാവും? എന്തുകൊണ്ട്?
ഒന്ന് വിഷയമാകുക എന്ന് പറയുന്നത് എന്താണ്? അതിനെ ഗ്രഹിക്കുമ്പോഴാണ്. അത് സ്വരൂപമായിരിക്കുന്ന അറിവ് വിഷയമാകുന്നില്ല എന്ന് പറയുമ്പോൾ അതും ഒരറിവാണ്. ദൃഷ്ടിയുടെ സ്വരൂപമായിരിക്കുന്ന അറിവ് വിഷയമാകുന്നില്ല, ഇതൊരറിവാണ്. അറിവെന്ന് പറയുമ്പോൾ അതിനൊരു വിഷയം കൂടി എത്തിയിട്ടു. അറിവ് ഒരു വിഷയം ഉണ്ടാവണം. അവിടെ പുസ്തകം എന്നുള്ള അറിവുണ്ടാവണമെങ്കിൽ അവിടെ ഒരു വിഷയം വേണം. അത് പറയുന്നു, സ്വരൂപമായിരിക്കുന്ന അറിവ് വിഷയമാകുന്നില്ല. ചോദിക്കുന്നു, ഇതെന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ഈ അറിയുന്ന ഇതൊരറിവല്ലേ? ഈ അറിവിനെന്താ വിഷയമായിരിക്കുന്നത്? അത് സ്വരൂപമായിരിക്കുന്ന അറിവാണ്. അപ്പോൾ സ്വരൂപമായിരിക്കുന്ന അറിവ് വിഷയമാകുന്നുണ്ടല്ലോ. അതെങ്ങനെ വിഷയമാകുന്നു? അവിഷയത്വേന, അത് വിഷയമല്ല എന്ന അറിവ്. ഏതിനെ എങ്ങനെ അറിഞ്ഞാലും ശരി, അറിവിനത് വിഷയമാകും. ഒരാൾ പറയുന്നു അത് വിഷയമല്ല, ശരി, വിഷയമല്ല എന്നുള്ള അറിവിന് വിഷയമായി. ഏത് രൂപത്തിലായാലും അത് വിഷയമായേ പറ്റൂ. ഒരാൾ പറയുന്നില്ല അത് വിഷയമാകുന്നില്ല, ശരി, വിഷയമാകുന്നില്ല എന്ന് നിങ്ങൾ എന്തിനെക്കുറിച്ച് പറയുന്നു? സ്വരൂപത്തെക്കുറിച്ച്. അപ്പൊ സ്വരൂപത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് വിഷയമാകുന്നില്ല എന്നൊരു അറിവുണ്ടോ? ഉണ്ട്. അപ്പോൾ അറിവിനത് വിഷയമാണല്ലോ. അത് വിഷയമാണെന്നറിഞ്ഞാലും വിഷയമല്ല എന്നറിഞ്ഞാലും രണ്ടും അറിവുകളാണ്. എന്റെ മുമ്പിലിരിക്കുന്ന വസ്തു കുറിച്ച് ഞാൻ പറയുന്നത് ഇത് വിഷയമാണ്, അപ്പോൾ വിഷയമാണെന്നുള്ള അറിവിന് അത് വിഷയമായി. എന്നിട്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നത് ഇത് വിഷയമല്ല, അതും ഒരു അറിവാണ്. അപ്പോൾ വിഷയമല്ല എന്നുള്ള അറിവിന് അത് വിഷയമാകുന്നു. അങ്ങനെ അത് വിഷയമല്ല എന്നറിഞ്ഞാലും ആ അറിവിന് വിഷയമാകുന്നു. വിഷയമാണെന്ന് പറഞ്ഞാലും അറിവിന് വിഷയമാകുന്നു. അപ്പോൾ ഏത് തരത്തിലായാലും ഇത് അറിവിന് വിഷയമാകുമെങ്കിൽ പിന്നെന്താ ഇതിന്റെ സ്വരൂപം എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്താ? ഇപ്പം ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. യാസു ലൗകിക ദൃഷ്ടി കർമ്മഭൂത സ്വരൂപോപരക്താരൂപാഭിവ്യഞ്ജിക എന്നാത്മാനം സ്വാത്മനോ വ്യാപ്താരം പ്രത്യഞ്ചം വ്യാപ്നോതി. അപ്പോൾ ഇത് വിഷയമാകുന്നില്ല എന്ന് പറയുന്ന അതിന്റെ താല്പര്യം എന്താണ്? വിഷയമാകുന്നില്ല, ഇത് അവിഷയമാണ് എന്നുള്ള അറിവിന് അത് വിഷയമാകുന്നു എന്നല്ല എന്റെ താല്പര്യം. ഒരു യുക്തിക്ക് തർക്കത്തിന് വേണ്ടി അങ്ങനെ പറയാം. മറിച്ച് എന്താണ് വിഷയത്വം എന്ന് പറയുന്നതിന് അതിനെ നിരാകരിക്കുകയാണ്. നേതി നേതി എന്ന് പറയുന്നു. അപ്പോൾ അവിടെ എന്താണ് ആ അറിവിന് വിഷയമായിരിക്കുന്നത്? ആ വിഷയത്വത്തിന്റെ നിരാകരണമാണ് വിഷയമാകുന്നത്, അല്ല വിഷയം അല്ല, വിഷയത്വമല്ല വിഷയമാണ്. അവിടെ ഒരു വിഷയമുണ്ട്, അത് ശരിയാ, അക്കാര്യത്തെ യോജിക്കുന്നു. ഇത് അവിഷയമാണെന്ന് പറയുന്നിടത്തും അറിവിന് വിഷയമുണ്ട്. ഇത് വിഷയമാകുന്നില്ല എന്ന് പറയുന്ന അറിവും ഒരറിവ് തന്നെ, അതിനും വിഷയമാണ് സ്വരൂപം. പക്ഷേ അവിടെ എന്താണ് വിഷയമാകുന്നത്? സ്വരൂപമാണ്, അല്ല, മറിച്ച് അവിടെ വിഷയമാകുന്നത് ആ വിഷയത്വ നിരാകരണമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അല്ല, വിഷയത്വമല്ല വിഷയമാകുന്നത്. നേതി നേതി എന്ന് പറയുന്നു. എന്ന് പറയുമ്പോൾ അതിനെ വിഷയരൂപത്തിൽ ബോധിപ്പിക്കുകയല്ല ചെയ്യുന്നു. പക്ഷെ അതിന്റെ എല്ലാ വിഷയഭാവങ്ങളെയും നിഷേധിച്ചിട്ട് ബാധിച്ചിട്ട് അതിന് പറയും ബാധ അവധിയായിട്ട് ശേഷിക്കുന്നതെന്തോ അങ്ങനെ. അതിനെ വിഷയമാക്കാൻ കഴിയുന്നില്ല. വിഷയമാക്കാത്തിടത്തുനിന്ന് അവിടെ വാക്കും മനസ്സും പിൻവാങ്ങുന്നു എന്ന് പറയുന്നത് കൊണ്ടാണ്. ബാധാവധി എന്ന് പറയുന്നത് അതാണ്. അത് വിഷയമാകേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, അതൊന്നിന് മാത്രം വിഷയമാകേണ്ട ആവശ്യം വരുന്നില്ല.
എന്നുള്ളത് അത് സ്വയം പ്രകാശിക്കുന്നതാണ്. സ്വയം അറിവായിരിക്കുന്നു, സ്വയം പ്രകാശിക്കുന്നു, സ്വയം അറിവായിരിക്കുന്നു. സ്വയം അറിവായിരിക്കുന്നതിന് എന്തിനാ വിഷയമാകുന്നത്? അതിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. ഇതെന്തുകൊണ്ട് വിഷയമാകുന്നു? ഇത് സ്വയം അറിവായിരിക്കുന്നു. മറ്റങ്ങനെയല്ല, സ്വയം അറിവായിരിക്കുന്നു, അതുകൊണ്ട് അത് വിഷയം ആകുന്നില്ല. അപ്പൊ അവിഷയമെന്ന് പറയുന്ന അറിവിന് അത് വിഷയമാകുന്നില്ലേ? ഇല്ല. യാസു ലൗകിക ദൃഷ്ടി കർമ്മഭൂത. ഈ ലൗകികമായ ജ്ഞാനം ഇത് വിഷയമാണ്. ഈ ജ്ഞാനവും വിഷയമാണ്, ജ്ഞാനത്തിന്റെ വിഷയവും വിഷയമാണ്. അത് രണ്ടും മനസ്സിലാക്കും. ഈ പുസ്തകം എന്ന് പറയുന്നത് എന്റെ അറിവിന് വിഷയമാണ്. എന്റെ അറിവോ അത് എനിക്ക് വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്റെ അറിവാണ്. അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. തത്പ്രതിച്ഛായ തയാ വ്യാപ്തേവ. അതാ ചൈതന്യ പ്രതിച്ഛായ എന്ന് പറയാം. പ്രതിച്ഛായ പോലെ വാസ്തവത്തിൽ ചൈതന്യത്തിന് പ്രതിച്ഛായൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടല്ലോ, എന്റെ അറിവ്. ആ അനുഭവത്തിനൊരു സമാധാനം വേണമല്ലോ. സ്വരൂപമായിരിക്കുന്ന അറിവ് എങ്ങനെ എന്റെ അറിവായി മാറുന്നു? അവിഷയമായിരിക്കുന്ന ആ അറിവ് എങ്ങനെ ഞാൻ അറിയുന്ന അറിവായി മാറുന്നു? അതിനുവേണ്ടി പറഞ്ഞു അത് പ്രതിച്ഛായ പോലെയാണ്. പ്രതിച്ഛായ പോലെ എന്നേ പറയാൻ പറ്റും, പ്രതിച്ഛായ എന്ന് പറയാൻ പറ്റത്തില്ല. അതെങ്ങനെ സംഭവിക്കുന്നു? അത് ആത്യന്തികമായി പറയും. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? സ്വയം അറിവായിരിക്കുന്ന ഒന്ന് ദൃഷ്ടാവായി, ദൃശ്യമായി, ദർശനമായി മാറുന്നതുകൊണ്ട്. അത് അവിദ്യ. ഇതിനാണ് അവിദ്യ. എന്താ ഈ അവിദ്യ? അത് ഇതിന്റെ സ്വഭാവം തന്നെ. അത് ഇതിന്റെ സ്വഭാവം തന്നെയാണ്. അതടുത്ത് പറയും. അങ്ങനെ വിഷയമായിരിക്കുന്ന ഈ അറിവ് സ്വരൂപോപരക്ത രൂപഭിവ്യഞ്ജിക, അത് വിഷയവുമായി ബന്ധപ്പെടുന്നു. ഈ അറിവ് വിഷയബന്ധം വരുന്നു. രൂപ അഭിവ്യഞ്ജിക, വിഷയത്തെ അത് പ്രകാശിപ്പിക്കുന്നു. അത് അറിവ് വിഷയത്തെ പ്രകാശിപ്പിക്കുന്നു. പക്ഷെ അതേസമയം ആ അറിവ് ആത്മാനം അതിൻ്റെതായ ഒരു സ്വരൂപമുണ്ട്. അറിവിന്റെ സ്വരൂപം, അറിവ് എന്ന സ്വരൂപം. അതിന് വിഷയത്തെ പ്രകാശിപ്പിക്കുന്നത് പോലെ അതിനെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ല. സ്വാത്മനോ വ്യാപ്താരം പ്രത്യഞ്ച, അതിനാണ് പ്രത്യക് എന്ന് പറയുന്നത്. പ്രത്യക്, അതിന്റെ ദ്വിതീയാണ് പ്രത്യക്. പ്രത്യഞ്ചം എന്ന് പറയുന്നത് പ്രത്യക്, പ്രത്യഞ്ചോ, പ്രത്യഞ്ച എന്നുള്ള ശബ്ദം. ആ പ്രത്യക് രൂപത്തെ, അതിന്റെ തന്നെ സ്വരൂപത്തെ, അത് വേറെയല്ല. ഏതൊരറിവാണോ ഈ വിഷയത്തെ അറിയുന്നത്, ഏതൊരു അറിവിനെ കുറിച്ചാണോ ഞാൻ പറയുന്നത് എന്റെ അറിവെന്ന് പറഞ്ഞ് ഞാൻ അറിയുന്നത്, എനിക്കറിവുണ്ട് എന്ന്, എനിക്ക് ബോധമുണ്ട്, ഞാൻ ബോധമുള്ളവനാണെന്ന് ഏതൊരറിവിനെയാണോ അറിയുന്നത്, ആ അറിവിന് തന്നെ സ്വരൂപമുണ്ട്. അതിന് സ്വരൂപം എന്ന് എന്തുകൊണ്ട് പറയുന്നു? കാരണം ഞാൻ അറിയുന്ന അറിവെന്ന് പറയുന്ന ആ അറിവിന്റെ ആ സ്വരൂപത്തിന്റെ ഒരു പ്രതിച്ഛായ. ആ പ്രതിച്ഛായത്തിന് രണ്ട് ഭാവമുണ്ട്. ഒന്ന് വാസ്തവവും മറ്റൊന്ന് ഛായയും. അപ്പൊ ഞാൻ അറിയുന്ന എന്തിനാണ്? ആ ഛായയാണ് അറിയുന്നത്. ആ ഛായയാണ് അറിയുന്നത്. പക്ഷെ ആ സ്വരൂപത്തെ അല്ല അറിയുന്നത്. നമ്മൾ കണ്ണാടിയിലേക്ക് നോക്കുക, പ്രതിബിംബം കാണുന്നുണ്ട്. പ്രതിബിംബം എന്ന് പറയുന്നത് എന്താണ്? ആ ബിംബം തന്നെയാണ്, അല്ല വേറെ ഏതെങ്കിലും വസ്തുവാണോ അവിടെ പ്രതിബിംബമായി വരുന്നത്? ബിംബം തന്നെയാണ് അവിടെ പ്രതിബിംബമായി വരുന്നത്. ബിംബം അല്ലാതെ മറ്റൊന്നായിരുന്നെങ്കിൽ അവിടെ മറ്റെന്തെങ്കിലും കണ്ടല്ലേ. സൂര്യന്റെ പ്രതിബിംബം കാണുമ്പോൾ അത് സൂര്യൻ തന്നെയാണ് അവിടെ പ്രതിബിംബമായി വരുന്നത്.
അല്ല ചന്ദ്രനല്ല. ചന്ദ്രനാണോ സൂര്യന്റെ പ്രതിബിംബമായി വരുന്നതല്ല, സൂര്യൻ തന്നെയാണ്. പക്ഷേ ആ പ്രതിബിംബത്തെ കാണുമ്പോൾ നമുക്ക് ആ പ്രതിബിംബത്തെ, ആ ഛായയെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ബിംബത്തെ കാണാൻ കഴിയുന്നില്ല. എന്നാൽ ബിംബമാണ് താനും അത്. പക്ഷെ അതുകൊണ്ട് നമ്മൾ പറയുന്നു ബിംബം ഛായാരൂപത്തിലായി. അപ്പോൾ ആ ഛായയ്ക്കൊരു സ്വരൂപം ഉണ്ടല്ലോ, നമ്മൾ കാണാത്ത സ്വരൂപം. ആ സ്വരൂപം കാണുമെങ്കിൽ കണ്ണാടി നോക്കിയാൽ പോരാ, മേളിലോട്ട് നോക്കണം. അതുപോലെ ഛായയ്ക്കൊരു സ്വരൂപമുണ്ട്. അതിനാണ് ഇവിടെ പറയുന്നത് ആത്മാനം സ്വാത്മനോ വ്യാപ്താരം. ആ അറിവ്, ഛായാരൂപത്തിലുള്ള അറിവിനെ വ്യാപിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ആ അറിവിന് ആധാരമായിരിക്കുന്ന, അല്ലെങ്കിൽ അതിനെ അറിവാക്കി മാറ്റുന്ന ആ ഛായ എന്ന് പറയുന്നത് ശുദ്ധമല്ല. പ്രതിബിംബം എന്ന് പറയുമ്പോൾ അവിടെ സൂര്യനുണ്ട്, പ്രകാശമുണ്ട്, കണ്ണാടിയുണ്ട്, പല കാര്യങ്ങളുമുണ്ട്. അതുപോലെ ഈ അറിവെന്ന് പറയുമ്പോൾ ഇവിടെ വിഷയമുണ്ട്, ഇന്ദ്രിയമുണ്ട്, ഇന്ദ്രിയ വിഷയ സമ്പർക്കമുണ്ട്, മനസ്സുണ്ട്, പലതുമുണ്ട്. അപ്പോൾ അതിനങ്ങനെ നിലനിർത്തുന്ന, അതാണ് അതിന് വ്യാപ്താരം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് അവിടെ തന്നെയുണ്ട്, അതിന്റെ തന്നെ സ്വരൂപമായിട്ടുണ്ട്. അതിനെ വ്യാപ്രോതി വിഷയമാക്കുന്നില്ല, പ്രത്യേക ആ സ്വരൂപത്തെ അത് വിഷയമാക്കുന്നില്ല, അതിന് കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ അറിവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അറിവിന്റെ സ്വരൂപത്തെ, നമ്മൾ അറിയുന്ന അറിവിന്റെ സ്വരൂപത്തെ നമുക്കറിയാൻ കഴിയുന്നില്ല. അതാണ്. അതിന് തിരിഞ്ഞ് നമ്മുടെ ഉള്ളിലേക്ക് ചിന്തിക്കേണ്ട, ബാഹ്യമായി ചിന്തിച്ചാൽ മതി. എന്നിലൊരറിവുണ്ടായി, ഞാൻ പറയുന്നു എനിക്കറിവുണ്ട്, എന്നിൽ അറിവുണ്ടായി. അങ്ങനെ അറിവിനെ നമ്മൾ അറിയുന്നു എന്ന് കരുതുമ്പോഴും, എന്റെ അറിവെന്നും മറ്റും പറയുമ്പോഴും ആ അറിവിലൊരു പാരമാർത്ഥിക ഭാവമുണ്ട്. ആ അറിവിൽ, ആ അറിയുന്ന അറിവിൽ തന്നെ അതിനല്ല അറിയുന്നു. മറിച്ച് അവിടെ ഒരു ഛായാഭാവമുണ്ട്, ഒരു കലർപ്പുണ്ട്, അതിനെയാണ് അറിയുന്നത്. അതുകൊണ്ട് പറയാം, എന്താണ് അറിവ് അവിഷയമായിരിക്കുന്നു. ആ വിഷയം എന്ന് പറയുന്ന അറിവിന് അത് വിഷയമാകുന്നില്ല. ആ വിഷയം എന്ന് പറയുന്ന ഭാഗത്ത് അത് വിഷയമാകുന്ന എന്തിനെ? എന്താണ് അവിടെ വിഷയമാകുന്നത്? വിഷയത്വ നിരാകരണം. അതാണ് അവിടെ വിഷയമാകുന്നത്. അതൊന്ന് വിഷയമാകുന്നുണ്ട്. എന്നാൽ അത് അവിഷയമാകുന്നുണ്ട്, അത് അജ്ഞാതമാകുന്നുമില്ല. എന്തുകൊണ്ട്? അതിന്റെ സ്വഭാവം അറിവായതുകൊണ്ട്. അത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിന്റെ സ്വരൂപം തന്നെ അറിവായതുകൊണ്ട് അതിന് അജ്ഞാതമായിരിക്കാൻ പറ്റില്ല. അപ്പോൾ ആത്മാവിനെ കുറിച്ച് എനിക്ക് ബോധമില്ല, ആത്മാവെനിക്ക് അജ്ഞാതമാണ്, അല്ല ആത്മാവിനെ കുറിച്ച് എനിക്ക് ബോധമുണ്ട്, ആത്മാവിനെ ഞാൻ അറിയുന്നു, ഇത് രണ്ട് സമമാണ്. ഇവിടെ ആത്മബോധത്തെ സംബന്ധിച്ച് ഇത് രണ്ട് സമമാണ്. ജ്ഞാതസമ എന്ന് പറയുന്നു. രണ്ടിലും ഒരു വ്യത്യാസമുണ്ട്. എന്തുകൊണ്ട്? ജ്ഞാനത്തിന് വിഷയമാകാതെയും അജ്ഞാതമായും ഇരിക്കാത്ത അറിവിനെ സംബന്ധിച്ച് ഇത് പറയുന്നു. ആ ഒരു സ്വഭാവം ഈ ലോകത്ത് അറിവിന് മാത്രമേ ഉള്ളൂ, ബാക്കി ഒരു വിഷയത്തിനുമില്ല. അറിവിന്റെ മാത്രം സവിശേഷതയാണ്. അത് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അത് അറിവാണ്, അതിന്റെ സ്വരൂപം ഇങ്ങനെയാണ് എന്ന് അതിനെ മനസ്സിലാക്കുന്നതാണ്. ഏതെങ്കിലും പാക്ഷികമായിട്ടല്ല. അത് അറിവിന് വിഷയമാകത്തില്ല, അല്ലെങ്കിൽ അത് അജ്ഞാതമായിരിക്കും, അല്ലെങ്കിൽ അതിനെ അറിവിന് വിഷയമാക്കാം, അത് ജ്ഞാതമായിരിക്കും. ഇത്തരത്തിലൊന്നും അല്ലാതെ അത് അറിവാകുന്ന സ്വരൂപമാണ് എന്ന് സ്വസ്വരൂപമായിരിക്കുന്ന അറിവിനെ കുറിച്ച് മനസ്സിലാക്കും.
ഇതാണ് ആത്മബോധം എന്ന് പറയുന്നത്. ഇങ്ങനെ അറിയുന്നു. ആ ബോധത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചർച്ച. അത് സൂക്ഷ്മമായ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധമാണ്. അങ്ങനെ അറിയുന്നതുകൊണ്ടും അതിനെ വിഷയമാക്കാൻ പറ്റത്തില്ല. അങ്ങനെ അറിയുമ്പോൾ അത് അജ്ഞാതമായിരിക്കുന്നുവല്ല. തസ്മാത്വം പ്രത്യേകാത്മാനം ദുഷ്ടേഹേ ദുഷ്ടാരന്ന പശ്യ. അതുകൊണ്ട് പറയുന്നു, അതുകൊണ്ട് പ്രത്യേക് ആയിരിക്കുന്ന എന്നുവെച്ചാൽ സ്വസ്വരൂപമായിരിക്കുന്ന, ശ്രോതാവിന്റെ സ്വരൂപമായിരിക്കുന്ന ഈ അറിവിനെല്ലാം അറിയുന്നവനായിരിക്കുന്ന എന്ന് പറയുമ്പോൾ അതാണ് ഈ അറിവിന്റെ എല്ലാം സ്വരൂപമായിരിക്കുന്ന. അതാണ് ഭാഷ്യകാരൻ ഉപയോഗിച്ചവ. അറിവിനെ അറിയുന്നവനെന്ന് പറഞ്ഞാൽ അറിവിന്റെ സ്വരൂപമായിരിക്കുന്നവൻ. അല്ലാതെ ആ വാച്യാർത്ഥം കൊടുക്കരുത്. അറിവിനെ അറിയുന്നവനെന്ന് പറയുമ്പോൾ ഞാനായി. അവിടെ വീണ്ടും ചോദ്യം വരും, ആരാ ഞാൻ? എന്റെ അറിവെന്നും ഞാൻ അറിയുന്നു എന്നും മറ്റും പറയുന്ന ഈ ഞാൻ ആരാ? അപ്പൊ അവിടെയും പോകേണ്ടി വരും. എന്താണ് ഈ ഞാനെന്ന് പറയുന്ന ഒരു അറിവാണ്. അത് ഇതം എന്ന അറിവ് പോലെ, അല്ലെങ്കിൽ പുസ്തകം എന്ന അറിവ് പോലെ, അതും ഒരു മിശ്രിതമാണ്. അതും ഒരു ഛായയാണ്. അതിനൊരു പരമാർത്ഥഭാവമുണ്ട്, അതിനൊരു വിഷയഭാവമുണ്ട്. ആ പരമാർത്ഥഭാവത്തിൽ നിന്ന് വിഷയഭാവത്തെ തള്ളിക്കളയും. അപ്പൊ ഞാൻ, എന്റെ പരമാർത്ഥഭാവം, എന്റെ അറിവിന്റെ പരമാർത്ഥഭാവം, ഒടുവിൽ ഞാൻ അറിയുന്ന വിഷയം, ഇതിന്റെ പരമാർത്ഥഭാവം എല്ലാം ഒന്ന് തന്നെ. അതാണ് പരമാർത്ഥത്തെക്കുറിച്ചുള്ള ബോധം. അങ്ങനെ പരമാർത്ഥത്തെക്കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടായി എന്ന് വിചാരിച്ച് പരമാർത്ഥം ജ്ഞേയമാകുന്നില്ല. അതിനെന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? അത് തന്നെ ഇങ്ങനെ പ്രകാശിപ്പിക്കുന്നു. അറിവ് തന്നെ അറിവിനെ പ്രകാശിപ്പിക്കുന്നു. എങ്ങനെ? ഈ തരത്തിൽ സർവസ്വരൂപമായി തന്നെ അത് പ്രകാശിപ്പിക്കുന്നു. അതിനാണ് അറിവിന്റെ വ്യക്തത എന്ന് പറയുന്നത്. എല്ലാ വസ്തുക്കളും അതിന്റെ സ്വഭാവത്തെ സ്വയം പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജലം അതിന്റെ ശീതതയെ പ്രകാശിപ്പിക്കുന്നു, ഉഷ്ണം അതിന്റെ ഉഷ്ണതയെ പ്രകാശിപ്പിക്കുന്നു. പക്ഷെ അവിടെയൊക്കെ അതിന് സ്വയം പ്രകാശിപ്പിക്കാൻ കഴിയില്ല. അതിനൊരു ചേതനന്റെ സഹായം ആവശ്യമുണ്ട്. ഇത് ഉഷ്ണമാണെന്ന് അറിയുന്ന ഒരു വേണം, അല്ലെങ്കിൽ ഇത് ഉഷ്ണമാണെന്നൊരു അറിവ് വേണം, ഇത് ശീതമാണെന്ന അറിവ് വേണം. അല്ലാതെ അവയ്ക്ക് സ്വയം പ്രകാശിക്കാൻ കഴിയുന്നില്ല. പക്ഷെ അറിവ് അങ്ങനെയല്ല. അതതിന്റെ സ്വഭാവത്തെ സ്വയം പ്രകാശിപ്പിക്കുന്നു. അതാണ്, ആ അറിവാണ്, സ്വയം പ്രകാശിപ്പിക്കുന്ന അറിവാണ് ഉപനിഷത്തിൽ ചർച്ച ചെയ്യുന്ന അറിവ്. അതാണ് പറയുന്നത്, ഇത് സർവസ്വരൂപമായിരിക്കുന്നു, അത് അറിവായി സ്വയം പ്രകാശിക്കുന്നു. അതുകൊണ്ട് തഥാ ശ്രുതേഹി ശ്രോതാരം ന ശ്രുയ. എല്ലാത്തിനുണ്ടെന്ന് പറഞ്ഞല്ലോ ഒരു സ്വരൂപം. ശ്രുതേഹി ശ്രോതാരം, ശബ്ദത്തിന് ശ്രവിക്കുന്ന ഒരുവനുണ്ടല്ലോ, അവനെ ശ്രവിക്കാൻ കഴിയത്തില്ല. എന്നുവെച്ചാൽ അത് ശ്രവണ വിഷയമല്ല, അതതിന്റെ സ്വരൂപമാണ്. അതിനതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. തഥാ മതേർ മനോവൃത്തി കേവലായ വ്യാപ്താരം മന്യ. മനസ്സിന് മനനം ചെയ്യാൻ ധാരാളം വിഷയങ്ങളുണ്ട്. പക്ഷെ ആ മനസ്സിന്റെ ഒരു സ്വരൂപമുണ്ട്, മനസ്സല്ല. മനസ്സിനെ ഞാൻ അറിയുന്നുണ്ട്, ഇതെന്റെ മനസ്സാണ്, എന്റെ മനസ്സിപ്പോ ക്രോധരൂപത്തിലാണ്, എന്റെ മനസ്സിപ്പോ കാമരൂപത്തിലാണ്, ഭയരൂപത്തിലാണ്, ഈർഷ്യാരൂപത്തിലാണ്. ഇങ്ങനെ എന്റെ മനസ്സിനെ ഞാൻ അറിയുന്നു. പക്ഷെ അതിന്റെ ഒരു സ്വരൂപമുണ്ട്, അതിനെ അറിയാൻ കഴിയില്ല. അത് എങ്ങനെ? കേവലമായ സ്വരൂപം.
അതിനെ വിഷയമാക്കാൻ കഴിയത്തില്ല. അറിവിനെ ഇപ്പോൾ സത്ത്, ചിത്ത്, ആനന്ദം എന്ന് പറയുന്നിടത്തെല്ലാം ഇതുപോലെ മനസ്സിലാക്കില്ല. അറിവിനെ സംബന്ധിച്ച് പറയാം. സത്തയെ ഞാൻ ഗ്രഹിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, എല്ലാ വസ്തുക്കളുടെയും സ്വരൂപ സത്തയാണ്. അപ്പോ ഗീതയിൽ ചർച്ച ചെയ്തതും പറഞ്ഞു, ഈ വസ്തു നശിച്ചുപോയ അവിടെ പറഞ്ഞു പാത്രത്തിലുണ്ട് സത്ത്, പശുവിനുണ്ട് സത്ത്, സർവത്രയുണ്ട്. അപ്പോൾ അവിടെ ചോദിക്കും, ശരി പാത്രവും പശുവൊക്കെ പോയാൽ സത്ത നിത്യമാണെങ്കിൽ വീണ്ടും അനുഭവപ്പെടണ്ടേ? അവൻ പറയുന്നു അത് അതിന്റെ സ്വരൂപം എന്ന് പറയുന്നത് അനുഭവ വിഷയമല്ല. സത്ത എന്ന് പറയുന്നത് നമ്മുടെ അനുഭവ വിഷയമാണ്. എന്തുകൊണ്ട്? ഈ ഉപാധികളുള്ളതുകൊണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, അന്ധക്കരണം തുടങ്ങിയ ഉപാധികളുള്ളതുകൊണ്ട് അറിവ് വിഷയമാകും. എന്റെ അറിവ്. സത്ത എന്ന് പറയുന്നത് നാമരൂപ ഉപാധികളുള്ളതുകൊണ്ട് വിഷയമാകും. അല്ലെങ്കിലോ അത് വിഷയമാകത്തില്ല. പക്ഷെ സത്ത അത് സ്വയം കേവലമായി സത്തായി അറിവായി പ്രകാശിച്ചുകൊണ്ടിരിക്കും. ആനന്ദം അതുപോലെ. മറ്റു വിഷയങ്ങൾ, അനുകൂല വിഷയങ്ങളുണ്ടെങ്കിൽ അത് പ്രകടമാകും. അവിടെ പറയുന്നത് എന്റെ സുഖം, ഞാൻ അനുഭവിക്കുന്ന സുഖം. പക്ഷെ ഉപാധികളില്ലെങ്കിലോ, മനസ്സ് തുടങ്ങിയ ഉപാധികളില്ലെങ്കിൽ അത് കേവലമായിരിക്കും. അപ്പോൾ അവിടെ നമുക്കതിന് ഇത് സത്താണ്, ഇത് ചിത്താണ്, ഇത് ആനന്ദമാണ്, മൂന്നും വേറെ വേറെയാണെന്ന് വേർതിരിക്കാൻ കഴിയും. അത് ഏകമായി പ്രകാശിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ എങ്ങനെ ഏകമാകും? അങ്ങനെ സംഭവിക്കാറുണ്ട്. സത്തും ചിത്തും ആനന്ദവും ഏകമായി പ്രകാശിക്കുന്നു. നമുക്കങ്ങനെ അനുഭവപ്പെടാറില്ലല്ലോ. ഇതുണ്ട് എന്നറിയുന്നു, ഇതിനെ ഞാൻ അറിയുന്നു എന്നറിയുന്നു, ഇത് സുഖകരമായ അനുഭവമാണെന്നറിയുന്നു. ഇത് മൂന്നും ഒന്നായി വേർതിരിക്കാൻ കഴിയാതെ എവിടെ നിലനിൽക്കുന്നു? അതിന് ഒരേ ഒരു ദൃഷ്ടാന്തമേ ഉള്ളൂ, സുഷുപ്തി. അവിടെ സത്തെന്നോ ചിത്തെന്നോ ആനന്ദമെന്നോ വേർതിരിക്കാൻ കഴിയാതെ. ആരെങ്കിലും പറയൂ ഇതുപോലെ ഇതാ ഇവിടെ അറിവുണ്ട്, ഇവിടെ സത്തുണ്ട്, ഇവിടെ ആനന്ദമുണ്ട്. അദ്വയമായി ഏകരൂപത്തിൽ അവിടെ പ്രകാശിക്കുന്നു. അതുകൊണ്ടാണ് അതിന്റെ സ്വരൂപം ഏകമാണെന്ന് പറയുന്നത്. ഉപാധി ഇവിടെ പറഞ്ഞതുപോലെ വിഷയ ഉപരക്തം, വിഷയസമ്പർക്കം, അല്ലെങ്കിൽ വിഷയ സാന്നിധ്യം, അല്ലെങ്കിൽ വിഷയ താതാത്മ്യം, അല്ലെങ്കിൽ വിഷയ അധ്യാസം, പല ഭാഷകളിൽ പറയും. ഇത് സംഭവിക്കുമ്പോൾ ഇത് വേർപിരിഞ്ഞറിയുന്നു. പറയുന്നത് സത്താണ്, ചിത്താണ്, ആനന്ദമാണ് എന്ന് വേർപിരിക്കും. അതുകൊണ്ട് അത് ഏത് തലത്തിൽ നോക്കിയാലും, ശ്രവണത്തിന്റെ വിഷയമായി നോക്കിയാലും ശരി, മതേഹ മനോവൃത്തിയെ കേവലായ മനോവൃത്തിയെ പ്രകാശിപ്പിക്കുന്നതായി നോക്കിയാലും ശരി, നമന്വീഥ അതിന് സത്തയെ കൊടുക്കുന്നതെന്ന് പറയാം, അതിന് അറിവിനെ പ്രദാനം ചെയ്യുന്നതെന്ന് പറയാം. അങ്ങനെ ഉള്ള സ്വതത്വം, സ്വസ്വരൂപമായിരിക്കുന്ന തത്വം അതിനെ മനനം ചെയ്യാൻ സാധ്യമല്ല. നമ്മൾ പറയും ആത്മമനനം എന്നൊക്കെ പറയും. സ്വരൂപത്തെ മനനം ചെയ്യാൻ അതിന്റെ ആവശ്യമില്ല. അത് അജ്ഞാതമല്ലല്ലോ, പിന്നെ ഇതിന് മനനം ചെയ്തതിനെ പ്രത്യക്ഷമാക്കണം. സാക്ഷാത്കാരം എന്ന് പറഞ്ഞാലും അതാണ്, ആ സ്വരൂപപ്രകാശം എന്നേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. അല്ലാതെ നമ്മൾ കണ്ടെത്തുന്നതെന്നോ കണ്ടുപിടിക്കുന്നതെന്നോ നേടിയെടുക്കുന്നതെന്നോ ഉള്ള അർത്ഥങ്ങളൊന്നുമില്ല. പ്രാപ്തം എന്ന് പറയുന്നതാണ്, നിത്യപ്രാപ്തം എന്ന് പറയുന്നതാണ്, സ്വതസിദ്ധം എന്ന് പറയുന്നതാണ്, സ്വയം പ്രകാശം എന്ന് പറയുന്നതാണ്. എല്ലാ ശബ്ദങ്ങളും കൊണ്ട് താല്പര്യമാക്കുന്ന ഒരേ ഒരു കാര്യമാണ് തഥാ വിജ്ഞാതേഹ കേവലായ ബുദ്ധിവൃത്തേഹ വ്യാപ്താരം ന വിജാനീയ. വിജ്ഞാതേഹ ഈ അറിവ് അതിൽ വ്യാപിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിനെ അറിവാക്കുന്നത് ഒന്ന് എന്ന് വെച്ചാൽ ഇതിന്റെ സ്വരൂപം ഏതിന്റെ കേവലായ ബുദ്ധിവൃത്തി, കേവലമായ ബുദ്ധിവൃത്തിയാണ് അറിയുന്നത്.
പുസ്തകമാണ്, ഇത് പകലാണ്, ഇത് രാത്രിയാണ്, ഇത് ഞാനാണ്, നീയാണ് എന്നെല്ലാം അറിയുന്ന കേവലം അവിടെത്തി. അതിൽ വ്യാപിച്ചിരിക്കുന്ന വിജാനീയ ആ സ്വരൂപത്തെ ഒരിക്കലും വിഷയമാക്കാൻ കഴിയത്തില്ല, അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ബാക്കി അത് ഏത് രൂപത്തിൽ അറിവായി പ്രകടമായാലും സത്യമായി പ്രകടമായാലും എല്ലാം അവിടെ ഉപാധികളുടെ സഹായത്തോടുകൂടിയാണ്. ഉപാധികളില്ലെങ്കിൽ അത് വിഷയമായി പ്രകടമാകുന്നില്ല, മറിച്ച് സ്വയം നിലനിൽക്കും. അതിന് ഉദാഹരണമാണ് സുഷുപ്തി. ജാഗ്രതത്തിൽ മറ്റൊരു തരത്തിൽ അതിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പ്രയാസമാണ്. സുഷുപ്തി എന്ന് പറയുന്ന ദൃഷ്ടാന്തമില്ലെങ്കിൽ വലിയ പ്രയാസമാണ്. അറിവ് സ്വയം നിൽക്കുന്ന ഒരു സ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയും? ഉണർന്നു കഴിഞ്ഞാൽ അറിവ് വിഷയത്തോടുകൂടിയേ അനുഭവപ്പെടുന്നുള്ളൂ. സത്ത വിഷയസ്പർശമില്ലാതെ നിൽക്കുന്ന സ്ഥാനം എങ്ങനെ പറയും? പറയാൻ കഴിയില്ല. ഈ വസ്തുവിലാണ് ഞാൻ അറിയുന്നത്, ഇത് സത്താണ്, ഇതുള്ളതാണ്. ഇത് പോയാൽ പിന്നെ അവിടെ ഭാഷ്യകാരൻ പറഞ്ഞു ഗീതയിൽ ഇതില്ല, ഇത് വേണ്ട, പക്ഷെ അതവിടെ ഉണ്ട്. പ്രകടമാകുന്നതെന്ന് വെച്ചാൽ വിഷയമാകുന്നു. സത്വം ഇതിനെ ആശ്രയിക്കുന്നില്ല, സത്തെ ആശ്രയിച്ചാണ് ഇത്. അറിവ് ഇതിനെ ആശ്രയിക്കുന്നില്ല, അറിവിനെ ആശ്രയിച്ചാണ് ഇത്. യേശ വസ്തുന സ്വഭാവോ, വീണ്ടും പറയുന്നു. ഇതൊക്കെ എന്താ ഇങ്ങനെ? അറിവ് എനിക്ക് വിഷയമാകുന്നു എന്ന് പറയുന്നു, എന്നിട്ട് അതേ അറിവിനെ കുറിച്ച് പറയുന്നു അത് നിർവിഷയമാണ്, വിഷയമാകുന്ന ഒന്നല്ല. അതിനും വിഷയമല്ല, അതും വിഷയമാകുന്നില്ല. അങ്ങനെയുണ്ട്. അറിവ് വിഷയമാകുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അറിവിനും വിഷയം. എന്തുകൊണ്ട്? അറിവിന് വിഷയം വേണമെങ്കിൽ അറിവിൽ നിന്ന് അന്യമായൊന്ന് വേണം, ഉണ്ടെങ്കിൽ വിഷയമാകും. അന്യമായ ഒന്നില്ലെങ്കിൽ അതെങ്ങനെ വിഷയമാകും? അത് നിർവിഷയമാണ്. ഇതെങ്ങനെ പറയാൻ കഴിയും? ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇങ്ങനെ പറയുന്നു. യേശ വസ്തുന സ്വഭാവം, ഇത് ഈ വസ്തുവിന്റെ സ്വഭാവമാണ്. എന്നുവെച്ചാൽ ഈ കാണുന്നതെല്ലാം ഒന്നിന്റെ സ്വഭാവമാണ്. എന്തിന്റെ സ്വഭാവം? ഏതാണോ ഇതിന്റെയൊക്കെ സ്വരൂപമായിരിക്കുന്ന അതിന്റെ സ്വഭാവം. അപ്പോൾ അങ്ങനെ വ്യക്തമാണ്. ഏതെന്നാണോ ഇതിന്റെയൊക്കെ സ്വരൂപമായിരിക്കുന്നത്, സച്ചിദാനന്ദം, അതിന്റെ സ്വഭാവമാണ് ഇതെല്ലാം. ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ, ഈ അനുഭവങ്ങൾ. ഇതിന്റെ സ്വരൂപം എന്ന് പറയുമ്പോൾ അത് പരമാർത്ഥമായി, ഇതിനെ സംബന്ധിച്ചുള്ള പരമാർത്ഥ ജ്ഞാനമായി. അതിന്റെ സ്വഭാവമാണിതെന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള എല്ലാ ചോദ്യത്തിനും സമാധാനം, തന്നെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അനുഭവമായി. ഇത് രണ്ടാകുന്നില്ല പറയുന്നു. ഉഷ്ണമെന്ന് പറയുന്നത് എന്താ പറയുന്നു? അത് അഗ്നിയുടെ സ്വഭാവമാണെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? അഗ്നി തൊടുമ്പോൾ കൈ കൊള്ളുന്നു. അപ്പൊ അതിന്റെ സ്വഭാവമായി അത് അനുഭവവേദ്യമാകുന്നു, ചിത്തിന് വിഷയമാകുന്നു. അപ്പൊ വീണ്ടും ചോദിക്കുന്നു, എന്താ ആ സ്വഭാവം? അതെവിടുന്ന് വന്നു? എന്തുകൊണ്ട് നിലനിൽക്കുന്നു? അതെങ്ങോട്ട് പോകും? അഗ്നിയും അതുമായിട്ട് എന്താ ബന്ധം? ഈ കാണുന്ന കാഴ്ചകളും താനുമായിട്ട് എന്താ ബന്ധം? എന്റെ അറിവും എന്റെ ബുദ്ധിയും ആയിട്ട് എനിക്കെന്താ ബന്ധം എന്ന് ചോദിക്കുമ്പോൾ ഈ അനുഭവിക്കുന്ന ചൂടും ഉഷ്ണവും അതുമായിട്ട് എന്താ ബന്ധം പറയുന്നു? ഇത് തന്നെയാണ് അതിന്റെ സ്വരൂപം. അപ്പൊ സ്വരൂപമെന്നും സ്വഭാവമെന്നും പറയുന്നത് പരമാർത്ഥത്തിൽ രണ്ടല്ല, വേർതിരിക്കാൻ വയ്യാത്ത ഒന്നാണ്.
അഗ്നിയുടെ സ്വരൂപമായ ആ ഉഷ്ണവും അഗ്നിയുടെ സ്വഭാവം എന്ന് നമ്മൾ പറയുന്ന ഉഷ്ണവും വേർതിരിക്കാൻ പോയി ഒന്ന് തന്നെ. അതുപോലെ ഇവിടെയും സ്വസ്വരൂപമായിരിക്കുന്ന അറിവ് ചൈതന്യവും തനിക്ക് വിഷയമായിരിക്കുന്ന അറിവും അറിവിന്റെ വിഷയങ്ങളും ഒന്നും വേർതിരിക്കാൻ ഒന്ന് തന്നെ. ഇനി വരുന്ന ഭാഗത്ത് അത് ഭാഷ്യകാരൻ കൂടുതൽ വിശദീകരിക്കും. ജല സുവർണ ദൃഷ്ടാന്തത്തിലൂടെ അതിനെ വിശദീകരിക്കും. അത് ഒരു തരത്തിലിവിടെ രണ്ടില്ല എന്നുള്ള ബോധം, ആ ബോധത്തിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. യേശ വസ്തുനിക സ്വഭാവവും, ഈ കാണുന്ന അറിവും ഈ അറിവിന്റെ വിഷയങ്ങളും ഈ വിഭാഗങ്ങളെല്ലാം തന്റെ തന്നെ സ്വഭാവമാണ്. താനായിരിക്കുന്ന സ്വരൂപത്തിന്റെ സ്വഭാവമാണത്. ആത്യന്തികമായി സ്വഭാവം എന്ന് പറഞ്ഞാലും സ്വരൂപം എന്ന് പറഞ്ഞാലും ഒന്നാവും. അതോ ദൈവദർശയിതും ശക്തി ഗവാദി, നേരത്തെ പറഞ്ഞല്ലോ പശുവിനെ കൊമ്പിൽ പിടിച്ച് മുമ്പ് നിർത്തിയിട്ട് ഇത് പശു എന്ന് കാണിക്കുന്നത് പോലെ ഈ സർവാന്തരമായിരിക്കുന്ന തത്വത്തെ ഒന്ന് കാണിച്ചതാ എന്നാണ് യാജ്ഞവൽക്യനോട് പറയുന്നത്. ദൈവദർശയിതും ശക്തി, അത് സാധ്യമല്ലാത്ത എങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. നിന്റെ ആഗ്രഹമാണ് ഇതിനെ സാക്ഷാത്കരിക്കണമെന്നുള്ളത്. നടക്കാത്ത കാര്യമാണ്. ഇവിടെ ഇത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. പശുവിനെ കൊമ്പിൽ പിടിച്ച് കാണിക്കുന്ന പോലെ കാണിച്ചു തരണമെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെ എനിക്ക് സാക്ഷാത്കരിക്കണമെന്നാണ്. പറയുന്നത് ഇതിന്റെ സാക്ഷാത്കാരം അസംഭവമാണ്, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. പിന്നെ സാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കുന്നതോ സാക്ഷാത്കരിച്ചു എന്ന് പറയുന്നതോ എല്ലാം നിന്റെ കൽപ്പന, ഭാവന, മോഹം കൊണ്ടുള്ള ഭാവനകളാണ് അതെല്ലാം. പിന്നെ സാക്ഷാത്കാരം എന്ന് പറയുന്ന അർത്ഥശൂന്യമാണോ? അല്ല. സാക്ഷാത്കാരം അപരോക്ഷം എന്നെല്ലാം പറയുന്നത് ഇതിന്റെ സ്വരൂപത്തെയാണ് പറയുന്നത്. അല്ല നീ നേടിയെടുക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. നീ നേടിയതുമല്ല, നിന്റെ ഗുരു നേടിയതുമല്ല. പിന്നെ ആ പറയുന്നതൊക്കെ എന്താണ്? ഇതിന്റെ സ്വരൂപമാണ്. എന്തിനത് പറയണം? നിന്റെ സ്വരൂപം ഇന്നതാണെന്ന് നീ ധരിക്കാൻ വേണ്ടി. അങ്ങനെ ധരിക്കുന്നതുകൊണ്ടെന്താ? ഈ പറയുന്ന മിഥ്യാബോധങ്ങളെല്ലാം മാറും. സത്യത്തെയും അസത്യത്തെയും ഒക്കെ സംബന്ധിച്ചുള്ള മിഥ്യാധാരണകൾ നിന്നിൽ നിന്ന് മാറിപ്പോകും. അങ്ങനെ മാറിയാൽ നിന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള ശരിയായ ബോധം ഉണ്ടാകും. എന്താണ്? നീ നിത്യമുക്തനാണ്. ഈ ബോധം ഇതാണ് അതിന്റെ പ്രയോജനം. അതിന് വിപരീതമായി വരുന്ന അജ്ഞാനം അല്ലെങ്കിൽ അവിദ്യ അതുകൊണ്ട് ഇല്ലാതായി പോകുന്നു. ധരിക്കുന്നു എന്റെ സ്വരൂപം മുക്തമാണ് എന്ന് ധരിക്കുന്നു. അപ്പോൾ താൻ ശോകമോഹാദികൾക്ക് അടിമപ്പെടുന്നവനല്ല, ജന്മമരണങ്ങൾക്ക് അനുഭവപ്പെടുന്നവനല്ല, താൻ നിത്യമുക്ത സ്വരൂപനാണ് എന്നുള്ള ബോധമുണ്ടാവും. ഇതല്ല മുക്തിയെങ്കിൽ പിന്നെ വേറെന്താ മുക്തി? വേറെ മുക്തി എന്ന് പറയുന്ന ഒന്നില്ല. യേശ വസ്തുന സ്വഭാവവും അതോ നൈവ ദർശിയത് ശക്യത ഗവാദികൾ. അതുകൊണ്ട് നീ പറയുന്ന പോലെ ഇതിനെ പ്രത്യക്ഷമാക്കി തരാനൊന്നും പറ്റത്തില്ല, ആരും പ്രത്യക്ഷമാക്കുന്നില്ല, അങ്ങനെയൊന്നും സംഭവിക്കത്തുമില്ല. സാക്ഷാത്കാരത്തിന്റെ താല്പര്യം ഇതാണ്, സാക്ഷാത് അപരോക്ഷ ബ്രഹ്മ. അതിന്റെ വിശദീകരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം എന്താണ് സാക്ഷാത്കാരം. ഇവിടെ തനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഈ ഭാഗത്ത് മുമ്പ് വ്യാഖ്യാനിച്ചിട്ടുണ്ടായിരുന്നു ഭർത്തൃപ്രപഞ്ചൻ, വൃത്തികാരൻ. അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞ ഒരാളിന് നമ്മളെ സംബന്ധിച്ച് പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മൾ മറ്റൊരു വ്യാഖ്യാനം കേട്ടിട്ടില്ല.
പിന്നെ നമ്മൾ കേട്ടിട്ടുള്ള വ്യാഖ്യാനങ്ങളെല്ലാം ഇവിടെ നിരാകരിക്കപ്പെട്ട് കഴിഞ്ഞു. സാക്ഷാത്കാരത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചൊക്കെ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതെല്ലാം നിരാകരിച്ചു. ഈ വിശദീകരണത്തിലൂടെ അത്തരം ഭാവനകളിൽ നിന്നെല്ലാം മുക്തനായി. പക്ഷെ മറ്റു വ്യാഖ്യാതാക്കൾ മറ്റു തരത്തിൽ ഇതിനെ വ്യാഖ്യാനിച്ചിരിക്കുമ്പോൾ അതിനൊരു സമാധാനം പറയും. ശരി എന്താണെന്ന് മനസ്സിലാക്കുന്നത് പോലെ പ്രാധാന്യമാണ് ശരി എന്തല്ലെന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അതിനെ നിഷേധിക്കുന്നു. ഇന്ന ദുഷ്ടഹേ ദുഷ്ടാരമിത്യത്ര അക്ഷരാണി അന്യഥാ വേദ വ്യാജക്ഷതേ കേചിത്. ന ദുഷ്ടഹേ ദുഷ്ടാരം പശ്യ എന്നുള്ളതിനെ വേറെ തരത്തിൽ വ്യാഖ്യാനിക്കുന്നു. ന ദുഷ്ടഹേ ദുഷ്ടാരം ദുഷ്ടഹേ കർത്താരം ദൃഷ്ടിഭേദം അകൃത്വ ദൃഷ്ടിമാത്രസ്യ കർത്താരം എന്ന പശ്യ. അല്ല, ഇങ്ങനെയാണ്. ഈ അറിവിന്റെ കർത്താവ് കാണുന്നില്ല, ഈ ദൃഷ്ടിയെ ഈ അറിവിനെ ഉണ്ടാക്കുന്നവനെ കാണുന്നില്ല. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഒന്ന്, അറിവിന്റെ സ്വരൂപത്തെ അറിയാൻ കഴിയുന്നില്ലെന്ന് സിദ്ധാന്തം. ഇവിടെ അറിവിന്റെ സൃഷ്ടികർത്താവിനെ അറിയാൻ കഴിയുന്നില്ല. ദുഷ്ടേരി കർമ്മണി ഷഷ്ടി കർത്തൃകർമ്മണോഹോ കൃതി എന്നുള്ള നിയമം അനുസരിച്ച് കർമ്മത്തിൽ ഷഷ്ടി ഇവിടെ പ്രയോഗിച്ചിരിക്കുകയാണ്. അതായത് കർത്തരി പ്രഥമ കർമ്മണി ദ്വിതീയ, ഇതാണ് നിയമം. കർത്താവിൽ പ്രഥമം ഉപയോഗിക്കണം, കർമ്മത്തിൽ ദ്വിതീയ ഉപയോഗിക്കും. ഷഷ്ടിയും ചിലയിടത്ത് ഉപയോഗിക്കും. ന്യായമാണ്. ഷഷ്ടി സാധാരണ സംബന്ധത്തെ കാണിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ കർമ്മത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. കൃത്യയോഗത്തിൽ കർത്താവിനും കർമ്മത്തിനും ഷഷ്ടി വരുന്നു എന്ന് പറയുന്നത് നിയമമാണ്. സാദൃഷ്ടി ക്രിയമാണ ഘടവത് കർമ്മ ഭവതി. ആ ദൃഷ്ടി ഉണ്ടാകുമ്പോൾ, ജനിക്കുമ്പോൾ അത് കർമ്മമായി തീരുന്നു. ദൃഷ്ടാരമിതി ത്രിജന്തേന ദൃഷ്ടു ദൃഷ്ടികർത്തൃത്വമാചഷ്ടതേ. ദൃഷ്ടാരം എന്ന് പറയുന്നത് തൃച്ച്, നുള്ളി തൃച്ചോ എന്ന് പറയുന്ന സൂത്രമൊക്കെയുണ്ട്. അതനുസരിച്ച് കർത്തരി തൃച്ചു വരുന്നു. എന്നുവെച്ചാൽ ഭാഷകാരനിവിടെ വ്യാഖ്യാനിക്കുമ്പോൾ ഭാഷാ നിയമങ്ങളെല്ലാം പാലിച്ച്, വ്യാഖ്യാനത്തിന്റെ നിയമങ്ങളെല്ലാം പാലിച്ചാണ് വ്യാഖ്യാനിക്കുന്നത്. അല്ല നമ്മുടെ ആധുനിക വ്യാഖ്യാതാക്കളെ പോലെ ഇതൊന്ന് വായിക്കുക, എന്നിട്ട് തന്റെ മനസ്സിൽ ഭാവന ചെയ്യുക, ആരെങ്കിലും എഴുതി വച്ചിരിക്കുന്നതും വായിച്ചതുമൊക്കെ ഭാവന ചെയ്ത് പറയുക, ഇതുമായിട്ടൊരു ബന്ധമില്ലാതെ അടിസ്ഥാനമില്ലാതെ, അതല്ല ഭാഷകാരന്റെ രീതി. നോക്കും അത് ആ ശബ്ദത്തിൽ നിന്ന് അർത്ഥം കിട്ടുന്നതിനുള്ള സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കും. അത് കണ്ടെത്തിയാണ് അതിന്റെ താല്പര്യത്തെ കണ്ടെത്തും. അതുകൊണ്ട് അതിന്റെ വ്യാകരണമൊക്കെ പറയുന്നു. തേനാസോദിഷ്ട ദുഷ്ടാദിഷ്ട കർമ്മേതി വ്യാഖ്യാതൃണാം അഭിപ്രായ. അതുകൊണ്ട് ആത്മാവിനെ എന്തു പറയുന്നു? ദൃഷ്ടി കർത്ത, ദൃഷ്ടി അറിവിന്റെ കർത്താവാണ്, അറിവിനെ ഉണ്ടാക്കുന്നു, അവനെ അറിയുന്നില്ല എന്ന് പറയുന്നു. അതെല്ലാം നമുക്കറിയാമല്ലോ. തത്ര ദൃഷ്ടേരുതി ഷഷ്ടിയന്തേന ദൃഷ്ടിഗ്രഹണം നിരടുത്തകമിതി ദോഷം എന്ന് പശ. ദൃഷ്ടേഹേ ദൃഷ്ട എന്ന് പറയേണ്ട കാര്യമില്ല. കർത്താവിനെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. പശ്യതാമ്പ പുനരുക്തം അസാരം പ്രമാദപാടയിക്കുക. അപ്പൊ ദൃഷ്ടേഹേ ദൃഷ്ടിയെന്ന് ആവർത്തിക്കേണ്ട കാര്യമില്ല. ഒന്നുകിൽ അത് പാഠഭേദമാണ്, അത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയൊക്കെ അവർ വ്യാഖ്യാനിക്കുന്നു. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ വ്യാഖ്യാനത്തിന് നമ്മൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഭാഷ്യകാരൻ പറയുന്നു. ഇതൊന്നും അറിയാതെ ഞാൻ പറഞ്ഞതല്ലാന്ന് ഇത് വ്യാഖ്യാനിക്കുന്നു. ഇപ്പോൾ ഒരാൾ ഭാഷ്യം വായിക്കുന്നു, അയാൾ ഭർത്തൃപ്രപഞ്ചന്റെ വ്യാഖ്യാനം വായിച്ചിട്ടുണ്ട്. എന്നിട്ട് അയാൾ കരുതിയാണ് ഈ ഭാഷ്യകാരൻ എന്താ പറയുന്നത്, ഭർത്തൃപ്രപഞ്ചം വ്യാഖ്യാനിച്ചിരിക്കുന്നൊന്നും അറിയാതെയാണല്ലോ ഇത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ധരിക്കണ്ട.
അതെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഈ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. കഥം പുനർ ആധിക്യം ത്രിചന്തേനൈവ ദൃഷ്ടി കർത്തൃത്വ സിദ്ധത്വ ദൃഷ്ടിയോ ദൃഷ്ടേഹേ ദൃഷ്ടി എന്ന് പറയേണ്ട കാര്യമില്ല. ദൃഷ്ടിയെ കാണുന്നില്ലെന്ന് പറഞ്ഞാൽ ദൃഷ്ടേഹേ ദൃഷ്ടി, ദൃഷ്ടാവിനെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. ദൃഷ്ടിയെ പറയേണ്ട കാര്യമില്ല എന്നാണ്. തഥാ ദൃഷ്ടാരെന്ന പശ്യേഹേ തീയതാവതൈവ വക്തം, ഇത്രയും പറഞ്ഞാൽ മതി. തസ്മാ ധാതുഃ പരതൃശ്രൂയതേ. എന്തുകൊണ്ട്? ധാതുവിന് ശേഷമാണ് തിരിച്ചു വരുന്നതൊക്കെ വ്യാകരണത്തിന്റെ കാര്യങ്ങളാണ്. അത് കൂടുതൽ പഠിച്ചിട്ടില്ലാത്തടത്ത് അത് പറഞ്ഞ് ബോറടിപ്പിക്കേണ്ട കാര്യമില്ല. തദ്ധാത്വർത്ഥ കടത്തിരിക്കും തിരിച്ചുപരിയതേ. ധാത്വർത്ഥം ഭാവം അല്ലെങ്കിൽ ക്രിയ എന്ന് പറയും. ക്രിയാകർത്തൃത്വം, അതിനാണ് തിരിച്ചപ്രത്യം ഉപയോഗിക്കുന്നത്. കർത്തരിപ്രത്യം എന്ന് വ്യാകരണത്തെ പറയും. അതിനെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഭാഷ്യകാരൻ പറയുന്നത്. ഗന്ധാരംഭേത്താരംഭ നൈതീത്യാദോ ഏതാവാനയോ ഹി ശബ്ദ പ്രയുജ്യതേ. ഗന്ധാരംഭേത്താരം, ഗമിക്കുന്നവൻ, ഭേദിക്കുന്നവൻ, ഇവിടെയെല്ലാം ആ നിയമമാണ്. അതുകൊണ്ട് അവിടെ ദൃഷ്ടാവിനെ കാണുന്നില്ല എന്നർത്ഥം പറഞ്ഞാൽ മതി. എന്നുവെച്ചാൽ ദൃഷ്ടിയെ ഉണ്ടാക്കുന്നവനെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. ഗന്ധാരം ഭേദഹേ ഭേത്താരം എത്തി അസക്തി അർത്ഥവിശേഷ്യ പ്രവക്തവ്യ. ഗതേഹേ ഗന്ധാരം ഭിതേ ഭേത്താരം എന്ന് പറയേണ്ട കാര്യമില്ല. അതുപോലെ ഇവിടെ ദൃഷ്ടഹേ ദൃഷ്ടാരം എന്ന് പറയേണ്ട കാര്യമില്ല. ദൃഷ്ടാരം ന പശ്യ എന്ന് പറഞ്ഞാൽ മതി. എന്നുവെച്ചാൽ അർത്ഥവാദത്വേന ഹാതവീം സത്യം ഗതവും. ഇത് അർത്ഥവാദം എന്ന് പറയാനും പാടില്ല, അങ്ങനെ ഉപേക്ഷിക്കാനും പാടില്ല. മറ്റുപായം ഉണ്ടെങ്കിൽ സത്യാംഗതവും എന്നുവെച്ചാൽ പ്രമാദപാഠമൊന്നും പറയാൻ വയ്യ. എന്നുവെച്ചാൽ പഠിതാക്കളുടെ പ്രമാദം കൊണ്ടോ ഓർമ്മക്കുറവ് കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ ഒന്നും പറയാൻ വയ്യ. സർവേഷാം അവിഗാനാത്, എല്ലാ ശ്രുതികളും എല്ലാ ശാഖകളിലും ഇതിങ്ങനെ തന്നെ പറയുന്നു. തസ്മാ വ്യാഖ്യാതൃണാവേശ ബുദ്ധി ദൗർബല്യന അത്യേതൃപ്രമാദ. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ എന്താണ് ജ്ഞാനകർത്താവിനെ കാണാൻ കഴിയില്ല എന്നും മറ്റും പറയുന്നത് വ്യാഖ്യാതാക്കളുടെ ബുദ്ധി ദൗർബല്യമാണ്. എന്നുവെച്ചാൽ ഉപനിഷത്തിന് വ്യാഖ്യാനിക്കുന്നത് ബുദ്ധി ദൗർബല്യമുള്ളവരും വ്യാഖ്യാനിക്കുന്നതാണ്, ബുദ്ധിക്ക് ബലമില്ലാത്തവർ. അല്ലാതെ അധ്യയനം ചെയ്തതുകൊണ്ട് കുഴപ്പമില്ല. പരമ്പരയായി അധ്യയനം ചെയ്തവർ ശരിക്കും തന്നെ പറഞ്ഞിരിക്കും. വ്യാഖ്യാനിക്കുന്നവന് ബുദ്ധി ദൗർബല്യമുള്ളതുകൊണ്ട് അവൻ വ്യാഖ്യാനിച്ചത് താൻ സ്വീകരിക്കത്തില്ലെന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. അപ്പോൾ എന്താണ് ദൃഷ്ടിയുടെ സ്വരൂപം? പശ്യ, അതിന് കാണാൻ കഴിയുന്നില്ല എന്നുള്ള അർത്ഥം തന്നെ എടുക്കണം എന്നാണ്. പൂർവപക്ഷം നമ്മൾ ഓടിച്ചങ്ങ് പോയി അത് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇനി യഥാർത്ഥ അസ്മാഭിർ വ്യാഖ്യാതം, ഞാനിപ്പോൾ വ്യാഖ്യാനിച്ചതനുസരിച്ച് ലൗകിക ദൃഷ്ടേർ വിവിച്യ നിത്യദൃഷ്ട വിശിഷ്ട ആത്മാ പ്രദർശയിതവ്യ. എന്നാണ് ഞാൻ വ്യാഖ്യാനിക്കുന്നതനുസരിച്ച് ലൗകിക ദൃഷ്ടിയിൽ നിന്നും വേർതിരിച്ച് ലൗകിക ദൃഷ്ടി ഈ ദൃഷ്ടി എന്ന് പറയുന്നു. ഇതാ ഇതെന്റെ അറിവാണ്, ഈ അറിവാണ്, മറ്റേ അറിവാണ്, ആ അറിവാണ്, ഇത് എന്ന് പറയുകയാണ്, അഹം എന്നുള്ള അറിവാണ്, അങ്ങനെ നാനാതരത്തിൽ ഈ അറിവിൽ നിന്നെല്ലാം വേർതിരിച്ച് നിത്യദൃഷ്ടി, ഇതിന്റെ എല്ലാം സ്വരൂപമായിരിക്കുന്ന ആ ദൃഷ്ടി, വിശിഷ്ടമായ ആത്മാ എന്ന് പറയുന്നു. ആ ദൃഷ്ടിയുടെ സ്വരൂപമായിരിക്കുന്ന ആത്മാ, വിശിഷ്ടം എന്ന് വെച്ച സ്വരൂപം, ഈ അറിവിന്റെ സ്വരൂപമായിരിക്കുന്ന ആത്മാ, താനായി തന്നെ ഇരിക്കുന്ന അത്. പിന്നെ ആത്മാന്ന് പറയേണ്ട ആവശ്യമില്ല, സ്വരൂപം എന്ന് പറഞ്ഞാൽ തന്റെ തന്നെ പരമാർത്ഥ സ്വരൂപം പ്രദർശയിതവ്യ. അതാണ് ഞാൻ ഇവിടെ നിങ്ങളെ മനസ്സിലാക്കത്തരാൻ ശ്രമിക്കുന്നത്. തഥാ കർത്തൃകർമ്മ വിശേഷണത്തിന് ദൃഷ്ടിശബ്ദസ്യ അധിപ്രയോഗ പദ്ധതി. അതുകൊണ്ട് കർത്തൃകർമ്മ വിശേഷണത്തിന് ഒന്ന് കർത്താവിന്റെ വിശേഷണം, മറ്റൊന്ന് കർമ്മത്തിന്റെ വിശേഷണം. അങ്ങനെ ദൃഷ്ടി ശബ്ദത്തെ രണ്ടു തരത്തിൽ ദൃഷ്ടേഹി ദൃഷ്ടി എന്ന് രണ്ടു തരത്തിൽ പ്രയോഗിക്കുന്ന യുക്തം തന്നെയാണ്. എന്തുകൊണ്ട് ആത്മസ്വരൂപ നിർദ്ധാരണായ തന്റെ സ്വരൂപത്തെ
സ്വസ്വരൂപത്തെ നിർദ്ധാരണം ചെയ്യുന്നതിന് വേണ്ടി, ആത്മസ്വരൂപത്തെ നിർദ്ധാരണം ചെയ്യുന്നതിന് വേണ്ടി അതിന്റെ ആവശ്യമുണ്ട്. ദൃഷ്ടി ദൃഷ്ടിന്ന് രണ്ടു തരത്തിൽ പ്രയോഗിക്കാം. ദൃഷ്ടേ ദൃഷ്ടി എന്ന് കൂടെ പ്രയോഗിച്ചു. വേറെടുത്ത് ഇങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നത് നഹി ദുഷ്ടു ദുഷ്ടേരിച്ച പ്രദേശാന്തരവാക്യനേകവാക്യതാഭൂതി. ഇങ്ങനെ പറഞ്ഞാലേ ഇനി വേറെടുത്ത് പറയുന്നത് ദുഷ്ടുഹു ദൃഷ്ടേ, ദൃഷ്ടാവിന്റെ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ അതുമായിട്ട് യോജിക്കത്തുള്ളൂ. അവിടെയും ദൃഷ്ടാവിന്റെ സ്വരൂപം എന്ന് തന്നെ അർത്ഥം. അതിനു വേണ്ടിയിട്ട് ഇവിടെ എന്താണ് ദൃഷ്ടേഹേ ദൃഷ്ടി, ദൃഷ്ടിയുടെ സ്വരൂപം. പിന്നെ ദൃഷ്ടുഹു ദൃഷ്ടേഹേ, ദൃഷ്ടാവിന്റെ സ്വരൂപം. ഇവിടെയെല്ലാം സ്വസ്വരൂപത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കുകയാണ്. ഇത് ഏത് രീതി പറഞ്ഞാലും തഥാ ചക്ഷുംഷി പശ്യതി ശ്രോതമൃതം ശ്രുതം വിധി ശ്രുത്യന്തരേണ ഏകവാക്യതോല്ല. അങ്ങനെ വരുമ്പോൾ മറ്റ് ശ്രുതി ഭാഗങ്ങളുമായിട്ട് യോജിപ്പ് വരും. എങ്ങനെ ചക്ഷുംഷി പശ്യതി, കണ്ണിനെ കാണുന്നു, ശ്രോതമൃതം ശ്രുതം ശ്രോത്രത്തെ ശ്രവിച്ചു. ഇവിടെയെല്ലാം ഇതിന്റെ സ്വരൂപത്തെയാണ് ബോധിപ്പിക്കുന്നത്. ഇതിനെ ശ്രോത്രത്തിന്റെ സ്വരൂപമായി ഗ്രഹിക്കണം. ഇതിനെ ചക്ഷുഷ് ദൃഷ്ടിയുടെ സ്വരൂപമായി ഗ്രഹിക്കണം. ആ സ്വരൂപത്തിലാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദർശനവും ശ്രവണവും എല്ലാം സ്വരൂപത്തിൽ സംഭവിക്കുന്നു. ദർശന ശ്രവണങ്ങളുടെ എല്ലാം സ്വരൂപമായിരിക്കുന്നു താൻ എന്ന് ഗ്രഹിച്ചാൽ പിന്നെ ഇവിടെ എന്താ അവശേഷിക്കുന്നു? അല്ലാതെ ദർശനകർത്താവായി എന്നെ ഗ്രഹിക്കണമെന്നല്ല, സ്വരൂപമായി ഗ്രഹിക്കണം. ന്യായച്ച യുക്തിയും അതാണ് പറയുന്നത്. ഏവമേവ ഹ്യാത്മനോ നിത്യത്വബുദ്ധി. അങ്ങനെ വന്നാലേ ഇത് നിത്യമുക്ത ശുദ്ധ ബുദ്ധ സ്വരൂപമാകത്തുള്ളൂ. തന്റെ സ്വരൂപമായാലേ അത് സാധ്യമാകൂ. വിക്രിയാഭാവേ, അവിടെ വികാരങ്ങളൊന്നുമില്ല. മനസ്സിന്റെ വികാരമില്ല, ശരീരത്തിന്റെ വികാരമില്ല, ഇന്ദ്രിയങ്ങളുടെ വികാരമില്ല, യാതൊരു വികാരമില്ലാതെ നിത്യശുദ്ധ ബുദ്ധ മുക്ത രൂപത്തിലിരിക്കുന്നു. വിക്രിയാവച്ച നിത്യമിതിജ വിപ്രശുദ്ധ, ഇതിനെ യോജിപ്പിക്കാൻ കഴിയില്ല. ഇത് വികാരത്തോടുകൂടിയിരിക്കുന്നു, പരമാർത്ഥ വികാരത്തോടുകൂടിയിരിക്കുന്നു, പരമാർത്ഥ അവികാരിയായിരിക്കുന്നു. അത് ശരിയാവില്ല. ഇത് വികാരിയായിരിക്കുന്നു എന്ന് പറയാം, പക്ഷെ അത് അപരമാർത്ഥമായിട്ട്. പരമാർത്ഥത്തിൽ നിത്യശുദ്ധമായി തന്നെ ഇരിക്കുന്നു. എന്നാലും വികാരങ്ങളുടെ അനുഭവമുണ്ട്, ചിന്തയുടെ അനുഭവമുണ്ട്, കാമക്രോധാദികളുടെ അനുഭവമുണ്ട്, രാഗദ്വേഷങ്ങളുടെ അനുഭവമുണ്ട്, പ്രപഞ്ചത്തിന്റെ അനുഭവമുണ്ട്, ബന്ധമോക്ഷങ്ങളുടെ അനുഭവമുണ്ട്. ഇതന്നെ അതുപോലെ ധ്യായദീവ ലേലായ ദീവ എന്ന് പറഞ്ഞതുപോലെ അടുത്ത് പറയുന്നു നഹി ദുഷ്ടു ദുഷ്ടേ വിപരിലോകോ വൈദ്യതേ. അതുകൊണ്ട് ഈ അറിവുണ്ടായി മറിയുന്നു, സമ്മതിക്കാം. പക്ഷേ അതിന്റെ സ്വരൂപത്തിന്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദുഷ്ടു ദുഷ്ടേഹി, അതിന്റെ സ്വരൂപത്തിനൊരു മാറ്റവും സംഭവിക്കുന്നില്ല. തന്റെ സ്വരൂപത്തിന് മാറ്റം സംഭവിക്കുന്നില്ല. യേശ നിത്യോ മഹിമ ബ്രാഹ്മണസ്യ, ഇതാണ് ബ്രാഹ്മണന്റെ, എന്നുവെച്ചാൽ ഈ തത്വത്തെ അറിയുന്നവന്റെ നിത്യമായ മഹിമ ഇതാണ്. ഇതറിയുന്നവന്റെ നിത്യമഹിമ എന്താണ്? അവന് ച്യുതി സംഭവിക്കുന്നില്ല എന്നുള്ള, അവന് അറിവിൽ നിന്ന് ച്യുതി സംഭവിക്കുന്നില്ല. അറിവ് അവനെ നിരാകരിക്കുന്നില്ല, അറിവിൽ അവൻ നിരാകരിക്കപ്പെടുന്നില്ല, അറിവിനെ അവൻ നിരാകരിക്കുന്നില്ല.
അവർ പറയുന്നത് ഏഷ നിത്യവും മഹിമ, അതാണ് അവന്റെ മഹത്വം, അതാണ് അവന്റെ മുക്തൻ എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ തന്റെ സ്വരൂപത്തെ ഈ പറഞ്ഞ രീതിയിൽ ധരിക്കുന്ന ഒരുവൻ, അത് ബോധിക്കുന്ന ഒരുവൻ പിന്നീട് പറയുന്നില്ല ഞാനിതാ ഈ ശരീരമാണ്, ഞാൻ ഇന്നാരാണ് എന്നവൻ പറയുന്നില്ല. അവൻ തന്നെ എങ്ങനെയാണോ ഗ്രഹിച്ചത് അവൻ അങ്ങനെ തന്നെ അതിനെ ഗ്രഹിക്കുന്നു. നിത്യം മഹിമ ബ്രാഹ്മണസ്യതാണ് ബ്രാഹ്മണന്റെ മഹിമ. അച്യുതനായിരിക്കുക. ഇത് ശ്രുതി അക്ഷരാണി അന്യഥാ നഗച്ഛന്തി. ഈ ശ്രുതി അക്ഷരങ്ങളെല്ലാം സാർത്ഥകമാകണമെങ്കിൽ മറ്റു തരത്തിലും വ്യാഖ്യാനിക്കുന്നത് വൃത്തികാരനും മറ്റും വ്യാഖ്യാനിച്ചതുപോലെ ഈ ദൃഷ്ടിയെ ഉണ്ടാക്കുന്നവനെ കാണുന്നുവെന്നൊന്നുമല്ല, ദൃഷ്ടിയുടെ സ്വരൂപത്തെ സാക്ഷാത്കരം എന്ന് പറയുന്നതാണ്, അറിയുന്നു എന്നാണ്. നാനോ ദൃഷ്ടാശ്രുത മന്ദ വിജ്ഞാതിത്വമാദീന്നി അക്ഷരാണി ആത്മനോ അവിക്രിയത്തെ ന ഗച്ഛന്തി. ശരി, ആത്മാവ് അവിക്രിയമാണ്, വികാരരഹിതമാണ്, നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപമാണ്. സമ്മതിച്ചതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ പിന്നെ ശ്രോത മന്ദ വിജ്ഞാത ഇതൊക്കെയാണല്ലോ അനുഭവം. വീണ്ടും പഴയതിലേക്ക് വരികയാണ്. ഇതെങ്ങനെ ശരിയാകും? അവിക്രിയമാണെങ്കിൽ ഇതൊന്നും ശരിയാകാൻ പാടില്ല. സാധാരണ ചോദിക്കുന്നത്, ഞാൻ നിർവികാരിയാണെന്ന് ശ്രുതി എന്നെ ബോധിപ്പിക്കുകയും ഞാൻ വികാരങ്ങൾക്ക് വിധേയനായിരിക്കുകയും ചെയ്യുന്നു, ഇതെങ്ങനെ സംഭവിക്കും എന്നാ? അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യഥാ പ്രാപ്ത ലൗകിക വാക്യ അനുവാദിത്വത്വേഷ. ശ്രുതി രണ്ടു തരത്തിലും പറയും. കാണുന്നവനായ നീ എന്ന് പറയുമ്പോൾ കാഴ്ച അംഗീകരിക്കുന്നു, കേൾക്കുന്നവനായ നീ എന്ന് പറയുമ്പോൾ കേൾവി അംഗീകരിക്കുന്നു എന്ന് ധരിക്കരുത്. പിന്നെന്താണ്? കാഴ്ചയും കേൾവിയും മനനവും എല്ലാം തന്റെ അനുഭവമാണ്. ഇതിനെ ശ്രുതിക്ക് നിഷേധിക്കാൻ വയ്യ. നീ ഇങ്ങനെ അനുഭവിക്കുന്നില്ല എന്ന് ശ്രുതി പറയുന്നില്ല, മറിച്ച് ഈ അനുഭവത്തെ അംഗീകരിക്കുന്നു. നീ ഇങ്ങനെ അനുഭവിക്കുന്നുണ്ട്. യഥാപ്രാപ്ത ലൗകിക വാക്യ അനുവാദിത്വാത്വേഷം. നീ ഇതെല്ലാം അനുഭവിക്കുന്നുണ്ട്, നിർവികാരിയായിരുന്നുകൊണ്ട് തന്നെ നീ വികാരങ്ങളെ തന്നെ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ അനുഭവിക്കുന്നുണ്ടെങ്കിലും നീ നിർവികാരിയാണ്. ഈ അനുഭവം നിലനിൽക്കെ തന്നെ നീ നിർവികാരിയാണ്. അതാണ് കഴിഞ്ഞ ദിവസം ഞാൻ രണ്ട് പക്ഷിയുടെ ഉദാഹരണം പറഞ്ഞത്. ഒരു പക്ഷി ഇതെല്ലാം ഭക്ഷിച്ചുകൊണ്ടിരിക്കെ തന്നെ നിർവികാരിയായി അഭിചാകശി സ്വമഹിമയിൽ ശോഭിക്കുന്നു. അതുകൂടെ പറഞ്ഞത് യേശോ നിത്യ മഹിമ ബ്രാഹ്മണസ്യ എന്ന് പറഞ്ഞു. സ്വയം ശോഭിക്കുന്നു. ഇവിടെ രണ്ടെണ്ണമല്ല, ഒന്ന് തന്നെ. അതെങ്ങനെ ഒന്ന് രണ്ടു തരത്തിയിരിക്കുന്നത്? ഇതിനെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് നിത്യമായി സ്വമഹിമയിൽ ശോഭിക്കുന്നു. ഇതെങ്ങനെ സംഭവിക്കും? ഒന്ന് ഒരേ സമയം രണ്ടായിരിക്കുക. അതിന് പറയുന്നു, ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് പറയുന്നത് നിന്റെ അനുഭവത്തെ പറയുന്നു എന്നേ ഉള്ളൂ. അജ്ഞത കൊണ്ടുള്ള നിന്റെ അനുഭവത്തെ പറയുന്നു. ഇതൊന്നും അനുഭവിക്കുന്നില്ല എന്ന് പറയുന്നത് ശാസ്ത്രം പരമാർത്ഥത്തെ പറയുന്നു. അപ്പോൾ ശാസ്ത്രം രണ്ടു തരത്തിൽ പറയും. ഒന്ന്, മുമ്പ് പറഞ്ഞ തത്വത്തെ ഏറ്റു പറയും, അതാണ് അനുവാദം എന്ന് പറയുന്നത്. മറ്റൊന്ന്, പരമാർത്ഥത്തെ പ്രകാശിപ്പിക്കുന്നു. അപ്പം നിന്റെ അനുഭവത്തെ ശാസ്ത്രം അംഗീകരിച്ചിട്ട് നിന്റെ അനുഭവത്തിന്റെ പരമാർത്ഥം എന്താണെന്ന് പറയുന്നത്? അതാണ് പറയുന്നത്, ഒന്ന് ജ്ഞാനം, വിഷയമായിരിക്കുന്ന ജ്ഞാനം, അതിനാദ്യം അംഗീകരിക്കുന്നു. എന്നിട്ട് പറയുന്നു ആ ജ്ഞാനത്തിന്റെ സ്വരൂപം എന്താണ്, പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നു. അതുപോലെ യഥാപ്രാപ്ത ലൗകിക വാക്യ അനുവാദിത്വപേക്ഷ.
ശാസ്ത്രത്തിന്റെ ആവശ്യമൊന്നുമില്ല. എല്ലാ പാമരന്മാർക്കും ഉള്ള അനുഭവം. ഞാൻ കാണുന്നു, ഞാൻ കേൾക്കുന്നു, രുചിക്കുന്നു, മണക്കുന്നു, അംഗീകരിക്കുന്നു. ശരി, നിനക്കങ്ങനെ ഒരു അനുഭവം ഉണ്ട്, അതിനംഗീകരിച്ചു. എന്നിട്ട് പരമാർത്ഥം പറയുന്നു. ആത്മതത്വം നിർദ്ധാരണാർത്ഥാനെ താനീ. ഈ പറയുന്നതൊന്നും ആത്മതത്വത്തെ നിർദ്ധാരണം ചെയ്യാൻ വേണ്ടിയില്ല, നിശ്ചയിക്കാൻ വേണ്ടിയിട്ടല്ല. ശ്രോത, മന്ദ, വിജ്ഞാത എന്നൊക്കെ പറയുന്നു. ആത്മതത്വത്തെ നിർദ്ധാരണം ചെയ്യാൻ വേണ്ടി പറയുന്നു. ധ്യായതീവ, ലേലായതീവ. മറ്റത് സഹജമായിട്ടുള്ള തന്റെ അജ്ഞനായിരിക്കുന്ന തന്റെ അനുഭവത്തെ പറയുന്നു. ദുഷ്ടദിഷ്ടാരം മിത്യവമാതി. ഇനി ആത്മാ ഇനി ഈ നാം അന്യാർത്ഥ അസംഭവാ യഥോക്ത അർത്ഥപരത്വമകമ്യതി. ദുഷ്ടയെ ദുഷ്ടാരം എന്ന് പറയുന്നത് സ്വസ്വരൂപത്തെ ബോധിപ്പിക്കുകയാണ് ശ്രോതാവ്. അതിന് വേറൊരർത്ഥവും വരത്തിൽ പറയുന്നു. അന്യാർത്ഥ അസംഭവ, വേറൊരർത്ഥം അവിടെ വരുന്നില്ല. യഥോർത്ഥ പരമാർത്ഥത്വം അവഗമ്യത, യഥോർത്ഥ അർത്ഥപരത്വം അവഗമ്യത. അതുകൊണ്ട് ദുഷ്ടയെ ദുഷ്ടാരം എന്ന് പറയുന്നതിന് ഞാൻ മുമ്പ് പറഞ്ഞ അർത്ഥം തന്നെയാണ് യോജിക്കുന്നത്. എന്താണ് പറയുന്നത്? ദൃഷ്ടിയുടെ ദുഷ്ടാവായിരിക്കുന്നവൻ, പരമാർത്ഥ വസ്തുവായിരിക്കുന്നവൻ, അവനാണ് നീ എന്നാ പറയുന്നത്. നിന്റെ പരമാർത്ഥ രൂപത്തെ ബോധിപ്പിക്കുന്നു എന്നും പറയും. തസ്മാത് അനവബോധാദേവ ഹി വിശേഷണം പരിത്യക്തം ദൃഷ്ടേഹേ. ദുഷ്ടാവ് എന്ന് പറയുന്നത് സ്വസ്വരൂപമാണ്. ദൃഷ്ടി എന്ന് പറയുന്നത് ഈ അനുഭവങ്ങളാണ്, വിഷയങ്ങളാണ്. അങ്ങനെ മനസ്സിലാക്കുക. അപ്പൊ പരമാർത്ഥത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ആവശ്യമില്ല. സാധാരണ പറയുന്നത് നദി കടന്നു കഴിഞ്ഞാൽ പിന്നെ തോണിയുടെ ആവശ്യമില്ല എന്ന് പറയും. അതുപോലെ പരമാർത്ഥത്തെ ഗ്രഹിക്കുന്നതിന് ഇതൊക്കെ ആവശ്യമാണ്. ഈ അനുഭവങ്ങളെല്ലാം ആവശ്യമാണ്. ഈ അനുഭവത്തിലൂടെ തന്നെ പരമാർത്ഥത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അതുവരെ ഇതൊക്കെ ആവശ്യമുണ്ട്. പിന്നെ ഇതിന്റെ ആവശ്യമില്ല. തസ്മാ, അവിടെ ദൃഷ്ടിഹേ, ദൃഷ്ടി എന്ന് പറയുന്നിടത്ത് ദൃഷ്ടിയും അർത്ഥവത്താണ്, രണ്ടാമെന്ന് പറഞ്ഞാൽ ദൃഷ്ടിയും അർത്ഥവത്താണ്. യേശത്തെ തവാത്മാ സർവേരുക്തൈ വിശേഷണ വിശിഷ്ട. ഇതാണ് നിന്റെ സ്വരൂപം. നിന്റെ സ്വരൂപം എന്ന് പറയുന്ന ഇതാണ്. നീ എന്ന് പറഞ്ഞാൽ ഈ സംഘാതം, ഈ ശരീരാദി സംഘാതം, ഇതിന്റെ സ്വരൂപം. സർവേരുക്തൈ വിശേഷണൈ വിശിഷ്ട. മുമ്പ് പറഞ്ഞ വിശേഷങ്ങളോടുകൂടിയത്. ശ്രോതാവ്, മന്ദാവ്, വിജ്ഞാതാവ് എന്നെല്ലാം ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞല്ലോ. ഈ വിശേഷങ്ങളോടുകൂടിയിരിക്കുന്ന നിന്റെ സ്വരൂപം, അല്ലെങ്കിൽ ഏതൊരു സ്വരൂപത്തിലാണോ ഈ വിശേഷങ്ങളെല്ലാം പ്രകടമാകുന്നത്, ആ സ്വരൂപത്തെയാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. അത് ഏതസ്മാത് ആത്മനോ അന്യഥാർത്ഥം. അതുകൊണ്ട് ഇനി കാര്യത്തിലേക്ക് വരുന്നു. നിന്റെ ഈ സ്വരൂപം, നിന്റെ ഈ പരമാർത്ഥം, ഇതിൽ നിന്ന് അന്യമായതല്ല. ആർത്ഥമാണ്, വിനാശിയാണ്. ആർത്ഥം വിനാശി. ഇതിൽ നിന്ന് അന്യമായി വരുന്ന എല്ലാ ചിന്തകളും, ഇതിൽ നിന്ന് അന്യമായി വരുന്ന എല്ലാ പ്രവൃത്തികളും എല്ലാം വിനാശിയാണ്. കാര്യമായ ശരീരം, കർണാത്മകമായ ലിംഗം, അതെന്തായാലും കാര്യമായ ശരീരമോ കർണമായിരിക്കുന്ന ലിംഗങ്ങളോ ഏതായാലും എല്ലാം വിനാശിയാണ്.
ഏതത് ഏവ ഏകം അനാർത്ഥം, ഇത് അനാർത്ഥമാണോ, അവിനാശി കൂടസ്ഥമാണോ, അവിനാശിയാണോ, ഇതാ ബോധിപ്പിക്കുന്നു. നിന്റെ സ്വരൂപം നിത്യമാണ്, അവിനാശിയാണ്, കൂടസ്ഥമാണ്. തതോ ഉഷസ് ചക്രായണോപരാമ. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ സർവാന്തര എന്ന് പറയുന്നതിൽ നിന്ന് ഈ ആശയമെല്ലാം വന്നെന്നാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ദുഷ്ടേ ദുഷ്ടേ ദുഷ്ടാരംഭസി എന്നും പറയുന്ന ദുഷ്ടു ദുഷ്ടേഹ. ഇവിടെ അങ്ങനെയല്ല, ദുഷ്ടേഹ ദുഷ്ടാരംഭസി ശ്രുതേഹി ശ്രോതാരം സ്മ്യാത് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ അവിനാശിയായ കൂടസ്ഥമായിരിക്കുന്ന നിത്യമായിരിക്കുന്ന സ്വസ്വരൂപത്തെക്കുറിച്ച് ബോധമായി ഈ വാക്കുകളിലൂടെ. അതാണ് ഇത്രയും വിസ്തരിച്ചത്. ബോധ്യമായപ്പോൾ ഉഷസ്ഥം ചാക്രായണം വിട്ടു എന്നാണ്. ബന്ധന സപ്രയോജകമുക്തം. ബന്ധനം അതിന് ഹേതുവായ കർമ്മങ്ങൾ, ഉപാസനകൾ, അതോടുകൂടിയാണ് ഇതുവരെ വർണ്ണിച്ചത്. യശ്ച ബദ്ധ തസ്യാപി അസ്തിത്വം അധികതം വ്യതിരിക്തത്വം ച. അവിടെ അബദ്ധനായിരിക്കുന്ന ജീവന്റെ അസ്തിത്വം അത് മനസ്സിലായി. വ്യതിരിക്തത്വം, അവനെങ്ങനെയാണ് ഈ ബന്ധനത്തിൽ നിന്ന് മുക്തനായിരിക്കുന്നത് അത് മനസ്സിലായി. തസ്സൈതാനീം ബന്ധമോക്ഷസാധനം സസന്യാസമാത്മജ്ഞാനം വക്തവ്യം. ഇനി ഇവിടെ എന്താ പറയുന്നത്? വിശദമായി ചർച്ച ചെയ്യുന്നത് സസന്യാസം ആത്മജ്ഞാനം. കേവലം ആത്മജ്ഞാനം പോരാ, ഭാഷ്യകാരനത് അംഗീകരിക്കുന്നില്ല. സന്യാസം ആത്മജ്ഞാനം, സന്യാസത്തോടു കൂടിയ ആത്മജ്ഞാനം തന്നെ വേണം. അതാണ് ഇനി പറയേണ്ടത്. സന്യാസം എന്ന് പറഞ്ഞാൽ കർമ്മത്യാഗരൂപത്തിലുള്ള സന്യാസം. അതാണ് ഇവിടെ സന്യാസം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും വൈദിക കർമ്മത്യാഗരൂപത്തിലുള്ള സന്യാസം. സന്യാസം എന്ന് കേൾക്കുമ്പോൾ ഞാൻ സന്യാസിയാണ് എന്ന് പറഞ്ഞ് സന്തോഷിക്കാൻ വേണ്ടിയല്ല പറയുന്നു. ഇവിടെ വൈദിക കർമ്മത്യാഗരൂപത്തിലുള്ള സന്യാസം. അത് ആത്മജ്ഞാനത്തോട് കൂടിയേ ഇരിക്കൂ എന്നാ പറയുന്നത്. ആത്മജ്ഞാനം ഉണ്ടെങ്കിൽ അതും വേണം. അതിവിടെ വിശദീകരിക്കാൻ പോകുന്നു. അതിനെക്കുറിച്ച് വിശദമായ ചർച്ചയുണ്ട്. എന്താണ് സന്യാസം, എന്താണ് ആശ്രമ സന്യാസം, എന്താണ് തത്വജ്ഞാനം കൊണ്ടുള്ള സന്യാസം. കഹോല പ്രശ്നാരഭ്യതേ. സന്യാസത്തെക്കുറിച്ചുള്ള നമ്മുടെ പല ആശയക്കുഴപ്പങ്ങളും അവിടെ പരിഹരിക്കും. തത്വജ്ഞാനം വന്നു കഴിഞ്ഞാൽ അവിടെ സന്യാസം സംഭവിച്ചതിന് തീരും, കർമ്മത്യാഗം സംഭവിച്ചതിന് തീരും. ഇതാണ് മുഖ്യമായ സന്യാസം. പിന്നെ തത്വജ്ഞാനത്തിന് വേണ്ടി ഒരു സന്യാസമുണ്ട്. അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. മുമുക്ഷുവിന്റെ സന്യാസം. അതിന് യോഗ്യത ഉള്ളവർക്ക് മാത്രം അത് പറഞ്ഞിട്ടുള്ളൂ. മുഖ്യസന്യാസ ജ്ഞാനം കൊണ്ട്, മറ്റേ സന്യാസ യോഗ്യതയുള്ളവർ. അതിനുള്ള യോഗ്യത ഇല്ലെങ്കിൽ പിന്നെ സന്യാസമില്ല, അതിന്റെ ആവശ്യമില്ല. സന്യാസത്തിന് യോഗ്യത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സന്യാസം എന്ന് പറയുന്നത് കേവലം അഭിമാനം മാത്രമാകാൻ പാടില്ല. ഞാൻ മുണ്ടനം ചെയ്തിരിക്കുന്നു, വസ്ത്രം ധരിച്ചിരിക്കുന്നു, സന്യാസ വസ്ത്രം
ഇത്തരത്തിലുള്ള ഇവിടെ അടുത്ത് പറയും അടയാളങ്ങളോടുകൂടിയ സന്യാസം. എന്നിട്ട് ആ സന്യാസത്തിലുള്ള അഭിമാനം, അതല്ല ഇവിടെ സന്യാസം എന്ന് ഉദ്ദേശിക്കുന്നു. അല്ല എന്ന് വെച്ചാൽ ആൾക്കാർ എടുക്കുകയും വെട്ടുകയും ചെയ്യുന്ന സന്യാസം. കുറച്ചുപേര് എടുക്കുന്നു പ്രതീക്ഷയോടുകൂടി, കുറച്ചുപേര് പ്രതീക്ഷ നഷ്ടപ്പെട്ട് വിടുന്നു. അങ്ങനെയുള്ള സന്യാസമല്ല ഇവിടെ പറയുന്നു. അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. അതിനെ നിന്ദിക്കുന്നില്ല. അങ്ങനെ എടുക്കുന്ന സന്യാസത്തെക്കുറിച്ച് പറയുന്നു. ആ സന്യാസം അതിനും ഫലമുണ്ട്, ആ സന്യാസം അതിന് നിഷ്ഠയുണ്ട്, അത് ശ്രേഷ്ഠമാണ്, ദിവ്യമാണെന്നൊക്കെ ഇവിടെ പറയുന്നു. എടുക്കുന്ന സന്യാസത്തെക്കുറിച്ച് അതിന് ഫലമുണ്ട്, ദിവ്യമായ ഫലങ്ങളുണ്ട്. ബ്രഹ്മലോക പര്യന്തം വരെയുള്ള ഫലങ്ങളുണ്ട് അതിന്. സന്യാസ വ്രതനിഷ്ഠ സ്വീകരിക്കുമ്പോൾ ആ ഫലങ്ങളുണ്ടെന്ന് പറയുന്നു. പക്ഷെ അതിനെയൊക്കെ പറയുന്ന ഉപാസനയുടെ ഭാഗമായിട്ടാണ്. ലോകത്ത് കാണുന്നു അങ്ങനെയാണ്. സന്യാസി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധന അനുഷ്ഠിക്കുന്നു, ശ്രവണാദികളല്ല, മറ്റെന്തെങ്കിലും ഒരു സാധന ചെയ്യുന്നു, അല്ലെങ്കിൽ കർമ്മയോഗം അനുഷ്ഠിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും മന്ത്രസിദ്ധി വരുത്തുന്നു. പല സാധനങ്ങൾ ചെയ്യുന്നവരാണ് സന്യാസികൾ. അത് ആകാൻ കുഴപ്പമില്ല. ചില സാധനങ്ങൾക്ക് സന്യാസം കൂടിയേ തീരും, അതുകൊണ്ട് അത് സ്വീകരിക്കുന്നു. അവിടെ എടുക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യുന്നു, എടുക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നു. അതൊക്കെ അധികാരയോഗ്യത അനുസരിച്ചാണ് അതിനെ അംഗീകരിക്കുന്നത്. ഇവിടെ അതല്ല. തത്വജ്ഞാനം മുഖ്യ സന്യാസമാണ്. തത്വജ്ഞാനത്തിൽ അവൻ കർമ്മത്തെ ഉപേക്ഷിക്കുന്നു. അവൻ മുമുക്ഷുവായിട്ടല്ല, തത്വജ്ഞാനിയായിട്ടാണ്. അതാണ് പ്രധാനമായി ഇവിടെ ചർച്ച ചെയ്യുന്നത്. കഹോല പ്രശ്നം ആരംഭിത. അതിനുവേണ്ടി കഹോലം ചോദിക്കുന്നു. എന്താണ്? അധഹേനം കഹോല കോഷീതകേയഃ അപ്രച്ഛ യാജ്ഞവൽക്യേതി ഹോവാച യദേവ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ യ ആത്മാ സർവാന്തരഃ തമ്മേ വ്യജക്ഷ്യേതി യശതേ ആത്മാ സർവാന്തരഃ കഥമോ യാജ്ഞവൽക്യ സർവാന്തരോ യോ അസനായ പിപാസേ ശോകം മോഹം ജരാം മൃത്യും അത്യേതി ഏതം വൈതം ആത്മാനം വിദിത്വാ ബ്രാഹ്മണഃ പുത്രേഷനായശ്ച വിത്തേഷനായശ്ച ലോകേഷനായശ്ച വിത്ഥായ ഭിക്ഷാചര്യം ചരന്തി യഹ്യേവ പുത്രേഷണ സാ വിത്തേഷണ യാ വിത്തേഷണ സാ ലോകേഷണ ഉഭ്യഹ്യേതേ യേശനേ ഏവ ഭവതഃ തസ്മാദ് ബ്രാഹ്മണഃ പാണ്ഡിത്യം നിർവിദ്യ ബാല്യേന തിഷ്ഠാസീത് ബാല്യം ച പാണ്ഡിത്യം ച നിർവിദ്യ അഥ മുനിഃ അമൗനം ച മൗനം ച നിർവിദ്യ അഥ ബ്രാഹ്മണഃ സബ്രാഹ്മണഃ കേന സ്യാദ് യേന സ്യാദ് തേന ഈദൃശേവ അതോ അന്യത് ആർത്തം തദോഹ കഹോല കൗശീതകേയഃ ഉപരരാമ. ഇവിടെ ഈ മന്ത്രത്തിലാണ് അവസാനം എന്താണ് ബ്രാഹ്മണൻ എന്ന് നിർവചിക്കുന്നു. സബ്രാഹ്മണഃ എന്ന് പറയുന്നു. തുടക്കത്തിൽ പറയുന്നു എന്താണ്? തമാത്മാനം വിദിത്വ ബ്രാഹ്മണാഹ, അറിഞ്ഞിട്ട് ബ്രാഹ്മണൻ പുത്രേഷനായശ്ച വിത്തേഷനായശ്ച ലോകേഷനായശ്ച വിദ്ധായ. വിദ്ധാനന്ദ സന്യാസം. അഥ ഭിക്ഷാചര്യം ചരന്തി. ഇതിൽ നിന്നാണ് ശങ്കരാചാര്യർ
ഈ സന്യാസത്തെ ഉറപ്പിക്കുന്നു. ഭിക്ഷാചര്യം എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ അവൻ ബ്രാഹ്മണനായിത്തീരുന്നു. ബ്രാഹ്മണനായിത്തീരുന്നു. അപ്പോൾ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് തത്വജ്ഞാനിയാണെന്ന് ഇവിടെ ശ്രുതി വ്യക്തമായി പറയുന്ന ഭാഗമാണ്. സബ്രാഹ്മണ. പക്ഷെ നിർഭാഗ്യവശാൽ ശങ്കരാചാര്യർ എല്ലായിടത്തും ചെയ്യുന്ന പോലെ ഇവിടെയും ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ ബ്രാഹ്മണ ജാതിയാണെന്ന് വ്യാഖ്യാനിച്ചു. ശങ്കരാചാര്യരിൽ നിന്ന് അതിൽ കൂടുതൽ ആരും പ്രതീക്ഷിക്കരുത്. അത് സ്വന്തം ശിഷ്യൻ സുരേശ്വരാചാര്യർക്ക് ഇഷ്ടപ്പെട്ടില്ല. സുരേശ്വരാചാര്യർ അതിനെ ശരിക്ക് വിമർശിച്ചിട്ടുമുണ്ട്. അത് ചെയ്ത് ശരിയായില്ല. ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ ബ്രഹ്മജ്ഞാനി എന്ന് വ്യക്തമായി ഇവിടെ അന്ത്യത്തിൽ പറഞ്ഞിരിക്കെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി ബ്രാഹ്മണൻ, പൂണനൂൽധാരി എന്ന് അർത്ഥം പറഞ്ഞത് ശരിയല്ല എന്ന് സ്വന്തം ശിഷ്യൻ തന്നെ ഗുരുവിനെ ശാസിക്കുന്നുണ്ട്. ഇവിടെ ശരിയല്ല. അതുകൊണ്ട് ആ ശാസന നമുക്കിനി പ്രതീക്ഷിക്കാം. ശിഷ്യതേ ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീ ഗുരുഭ്യോ